പടക്കളം ചലച്ചിത്രത്തിൽ നിർമ്മാണം ചെയ്തിട്ടുള്ളത് വെള്ളി ചലച്ചിത്ര വീട്. പറഞ്ഞാൽ വിശ്വസിക്കില്ലെന്നറിയാം, പക്ഷെ വിശ്വസിക്കണം. വിശ്വസിക്കോടോ? ഞാൻ വിശ്വസിക്കില്ല. നോക്കാം. ബംഗാളിയായിട്ടാണ് ഞാൻ ലാസ്റ്റ് നിന്നെ കണ്ടത്. ഭാഗ്യം ഞാനത് കാണാഞ്ഞത് കാസ്റ്റിംഗ് സുരാജിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ ക്യാരക്ടർ പലരോടും നമ്മൾ പറഞ്ഞതാണ്. ഞാൻ സൂപ്പർ സ്റ്റാർസിനോട് വരെ പറഞ്ഞതാണ്. ഡിസൈനർ കം ആക്ടർ മലയാള സിനിമയിൽ അതാണ് കുഞ്ഞമ്മ. ഞാൻ ഈ 56 ദിവസം ബഹുമാനിച്ചില്ലല്ലോ എന്നുള്ളത്. എന്താ കഴിച്ച രാവിലെ? കിഴങ്ങ്. ഞാൻ ഇന്നുവരെ സിനിമയൊന്നും കണ്ട് കരഞ്ഞിട്ടില്ല. സ്വന്തം യൂട്യൂബ് വീഡിയോസ് ഇല്ല. മഹാഭാരത് നടന്ന എന്താന്ന് ഓർമ്മയില്ലേ? ഇല്ല, ഞങ്ങളൊന്നില്ല. അല്ല, അവിടെയാണ് തിയേറ്റർ ഒന്ന് ഇളകിയത് എന്നാണ്. ഇതൊന്നും തീർന്നില്ലെങ്കിൽ ഹോം എന്ന് പറയുന്ന സിനിമ ഞാൻ ഇന്ദ്രൻ ചേട്ടനെ വെച്ച് അനൗൺസ് ചെയ്യുമ്പോൾ അതെനിക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള കഥാപാത്രം അദ്ദേഹമാണെന്ന് തോന്നി. ഇപ്പോൾ എല്ലാവരും ചോദിച്ചു ഇതെങ്ങനെ വർക്കാവും. പക്ഷെ അത് ആ കണ്ടന്റിൽ അല്ലെങ്കിൽ ആ കാസ്റ്റിംഗ് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒരു പടം അഭിനയിച്ചിട്ടുണ്ട്. അത് പുറത്തു പറയാൻ പറ്റാത്തൊരു പ്രോജക്റ്റ് ആണ്. അത് ഏ പടമാണോ? പറയാൻ പറ്റുന്ന പടം. സന്ദീപ് ഒഴിച്ചുള്ള 3 പേരും മനുവിന്റെ ലൈഫിൽ ഉള്ളതാണ്. നായിക ഉൾപ്പെടെ തേപ്പം കെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. തേപ്പല്ല. പെണ്ണും പോയി കിളിയും പോയി. ബ്യൂട്ടിഫുൾ ബ്രേക്കപ്പ് അങ്ങനെ റിയൽ ലൈഫിൽ സ്വാപ്പ് ആവാൻ ചാൻസ് കിട്ടിയ ലാലേട്ടനെ മമ്മൂക്കിയായിട്ട് ഒരു ദിവസം അവരായിട്ട്. അപ്പൊ ലാലേട്ടന്റെ ഉള്ളിൽ ആര്? ഒരുപാട് സിനിമകൾ ഇപ്പൊ മലയാളത്തില് ഇങ്ങനെ അണ്ടർ റേറ്റഡ് അല്ലെങ്കിൽ ഡിസേർവിംഗ് ആവാതെ പോകുന്ന ഒരുപാട് സിനിമകളുണ്ട്. മേ ബി കാസ്റ്റിംഗിന്റെ ഇതുകൊണ്ടാവാം. ഇവിടെ എത്ര സൂപ്പർ സ്റ്റാർസിന്റെ പടം ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ വാഷ് ഔട്ട് ആവുന്നില്ലേ? അപ്പൊ ഞാൻ അതിനെ ബിലീവ് ചെയ്യുന്നില്ല. ക്രഷ് അടിക്കുന്ന പോലെ ആയിരുന്നു നിരഞ്ജനെ. നിനക്ക് ക്രഷ് അടിച്ചാ? മലയാള സിനിമയിലെ ആസ്ഥാന പട്ടി കാസ്റ്റിംഗ് ഞാനാണ്. ഞാൻ കാസ്റ്റ് എല്ലാം പട്ടികളാണെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരും. Tell us about a time you felt really proud of yourself. അങ്ങനൊരു സമയം ഉണ്ടായിട്ടില്ല. ഇന്നത്തെ കല്യാണത്തിന്റെ വീഡിയോ ആണ് 9 ലക്ഷം പോയിക്കൊണ്ടിരിക്കുക. അത്രയും പോലും നമ്മുടെ ട്രെയിനർ സുന്നത്ത് കല്യാണം ഇങ്ങനെ വേളി വന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ പ്രൗഡായിട്ട് തോന്നുന്നത്? അവരുടെ ക്വസ്റ്റ്യൻ അല്ല. അത് പിന്നെ ഒരു ഫോട്ടോഗ്രാഫർ തെറി പറഞ്ഞിട്ടുണ്ട്. അത് പ്രൗഡായിരുന്നു. ഇപ്പം മെതി മെതി എന്ന് പറയുമ്പോൾ മതി മതി എന്ന് പറയുന്നത് മനുവിന് 8:30 മണിയാകുമ്പോൾ ഉറങ്ങണം. കുഞ്ഞിലോട്ടുള്ള ശീലമാണോ? കുഞ്ഞിലെ 7:30 ഉറങ്ങുമായിരുന്നു. ഒരുപാട് ന്യൂ കമേഴ്സ് ആക്ടേഴ്സിന്റെ പറഞ്ഞ പോലെ ഒരുപാട് ന്യൂ ഡയറക്ടേഴ്സിനെ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്ന ആക്ടേഴ്സ് വേൾഡിൽ അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഇല്ല. 16 ന്യൂ ഡയറക്ടേഴ്സിനെ കൊണ്ടുവന്നു. വെൽക്കം ടു ഹാപ്പി ഫ്രെയിംസ്. ഇന്ന് ഹാപ്പി ഫ്രെയിംസിൽ നമ്മളെല്ലാവരും ഭയങ്കര ഒരു സെലിബ്രേഷൻ മൂഡിലാണ് ഇരിക്കുന്നത്. കാരണം മലയാളം സിനിമയിൽ ഇപ്പോൾ ഒരു കോമഡി ഫാമിലി എൻ്റർടൈനറായിട്ട് ഒരു കിടിലൻ മൂവി ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെല്ലാവരും തിയേറ്ററിൽ പോയി ചിരിച്ചു മറിഞ്ഞൊരു സിനിമ പടക്കളം. ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ബാനറിൽ ഇറങ്ങിയ പുതിയ സിനിമ. സോ ആ സിനിമയുടെ വിശേഷങ്ങളും അതിൻ്റെ സക്സസ് ഒക്കെ നമ്മളുടെ കൂടെ ഷെയർ ചെയ്യാനായിട്ട് ആ പടം മൊത്തം നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തലവനെ നമുക്ക് ആദ്യം വെൽക്കം ചെയ്യാം. ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ എല്ലാമായ നമ്മുടെ സ്വന്തം വിജയ് ചേട്ടൻ. പിന്നെ പടക്കളത്തിന്റെ മെയിൻ ആള് ഡയറക്ടർ മനു. പിന്നെ നമ്മുടെ ആക്ടേഴ്സ് എല്ലാവരും എത്തിയിട്ടുണ്ട്. സന്ദീപ്, അരുൺ ആൻഡ് നിരഞ്ജന. യെസ്, ഈ അരുൺ സെറ്റിൽ എങ്ങനെ മാനേജ് ചെയ്തു? എല്ലാ സീനിലും 2 പേരുണ്ട്. അരുൺ എന്ന് വിളിച്ചാൽ 2 പേരും വരും. സന്ദീപിനെ വിളിക്കൂ, അരുണിനെ വിളിക്കൂ എന്ന് പറയുമ്പോൾ 2 പേരും വരും. ഈ സിനിമയുടെ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് പേർക്ക് എങ്ങനെയായിരിക്കും ഈ സിനിമ വർക്കാവാൻ പോകുന്നത്, പുതിയ കുറേ ഫേസസ് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരുപാട് പേരെ മനസ്സിലുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ഈ കാസ്റ്റിംഗ് അല്ലെങ്കിൽ സുരാജേൻ്റെയും ഷർഫിക്കയുടെ ഒരു കോംബോ? ഇതൊക്കെ ഒരു സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണല്ലോ പടം തുടങ്ങുന്നതിന് മുന്നേ. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ അതിൻ്റെ കാസ്റ്റിംഗ് പ്രോസസ്സ് സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളതും ആണ് കാസ്റ്റിംഗ്. എസ്പെഷ്യലി നമ്മളൊരു സിനിമ ഒരു ഹീറോ ഡ്രിവൺ ആയിട്ടുള്ള ഒരു സിനിമ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ഷറഫ്, സുരാജ്, സന്ദീപ് പിന്നെ ഇവരെല്ലാവരും അവരുടേതായ ഈക്വൽ സ്പേസിലൂടെയാണ്
ഇപ്പോൾ ഈച്ച് ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ രഞ്ജിത്ത് സാർ കുറച്ച് നേരത്തേക്ക് ഡിസപ്പിയർ ആവും, ഷാജി കുറച്ച് നേരത്തേക്ക് ഡിസപ്പിയർ ആവും, 2 സീനിയർ കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ബോയ്സിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ അതിലും ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. മെയിൻ ലീഡിലേക്ക് വരുമ്പോൾ ഒരു പ്രൊഡക്ഷൻ ഹൗസ് അല്ലെങ്കിൽ പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റാർസ് ഉണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ്. അങ്ങനെ പലരെ അപ്രോച്ച് ചെയ്തിരുന്നു, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് വർക്കായില്ല. ബട്ട് സുരാജിൻ്റെ ക്യാരക്ടർ ആദ്യം തൊട്ട് നമ്മൾ ഫിക്സ്ഡ് ആയിരുന്നു. ബട്ട് സുരാജിനെ കൺവിൻസ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുത്തു. ബിക്കോസ് സുരാജ് കൺഫ്യൂഷൻ, പല കൺഫ്യൂഷൻ ഉണ്ട് അതിനകത്ത്. ഇപ്പോൾ ഡ്രിങ്ക് ചെയ്യുന്ന സീനില്ലേ, അത് എങ്ങനെയാണ് ഒരാൾ കുടിക്കുമ്പോൾ, ഞാൻ പറഞ്ഞ അതാണല്ലോ ഇത് മറ്റേ ആൾക്ക് വരുന്ന ആ കൺഫ്യൂഷൻ. എപ്പോഴും മനു വിളിക്കും എൻ്റെ അടുത്ത്, ഞാൻ പറയും സുരാജ് ഓക്കെയാണ്, ഞങ്ങൾ പലയിടത്തും വെച്ച് കാണുമ്പോൾ ചെയ്യുന്നുണ്ട് കേട്ടോ, ഞങ്ങൾ അങ്ങനെയാണ് കൺവിൻസിങ് ആണെങ്കിൽ ചെയ്യുന്നുണ്ട് കേട്ടോ എന്ന് പറയും. അപ്പോൾ ആന്ന് പറഞ്ഞ് പോകും. പക്ഷെ മനു വിളിക്കുമ്പോഴത്തേക്ക് പല കൺഫ്യൂഷൻസാണ്. സിനിമ ഷൂട്ടിംഗ് മറ്റന്നാളാണ്. അപ്പോൾ ആദ്യത്തെ കുറച്ച് പോർഷൻ സുരാജ് വേണ്ട, 10-15 ദിവസത്തേക്ക് വേണ്ട, പക്ഷേ ഒരു 4 ദിവസം വന്നിട്ട് പോകണം. അപ്പോഴും സുരാജ് കൺഫേംഡ് അല്ല. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ബാന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചോണ്ട് വീട്ടിൽ പോയി. എന്താണ് ഡൗട്ട്? ഞാൻ മനുവിന് പോലും അറിഞ്ഞൂടാത്ത ഒരു ലോജിക്ക് ഞാൻ ഇട്ടു. അപ്പം അത് സിനിമയിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരാൾ കുടിച്ചാൽ മറ്റേ ആൾക്ക് എങ്ങനെയാണ് പ്രശ്നം വരുന്നത് എന്നുള്ളത്. അപ്പം സുരാജ് ചോദിച്ചപ്പോൾ ഞാൻ ഈ കുടിക്കുന്നു എന്ന് പറയുന്നത് മറ്റേ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയാണ് എഫക്ട് ചെയ്യുന്നത്, മറ്റൊന്ന് നമ്മുടെ മൈൻഡിനെയല്ലേ എഫക്ട് ചെയ്യുന്നത്. ആണല്ലേ? ഡയലോഗ് ഇട്ടത് ആക്ച്വലി ഇത് കവർ ചെയ്യാം. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു ഡയലോഗ് നമുക്ക് ആഡ് ചെയ്യാം, അത് ആഡ് ചെയ്താൽ തീരുമായിരിക്കും അല്ലേ എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയാണ് ആ സെയിം സാധനം ഞാൻ മനുവിൻ്റെ അടുത്ത് പറഞ്ഞു, അത് അങ്ങനെ ഞങ്ങൾ ആഡ് ചെയ്തിട്ട് പ്രശ്നമൊക്കെ തീർന്നല്ലോ. ആ എപ്പിസോഡിൽ ഇവൻ പറയുന്ന എല്ലാ ഡയലോഗും സുരാജേട്ടൻ ചോദിച്ചിട്ടുള്ളതാണ്. ഞാൻ ഉത്തരം പറഞ്ഞതുമാണ്. ആ ഉത്തരം പറഞ്ഞ സാധനങ്ങൾ അതേപോലെ അങ്ങോട്ട് ആഡ് ചെയ്ത് ആ കൺഫ്യൂഷൻ അവിടെ അങ്ങ് തീർത്തു. അങ്ങനെ അവനെ ഷറഫിലേക്ക് എത്തുന്നത് ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് ആ ക്യാരക്ടർ കാണുമ്പോൾ എനിക്ക് അത് ഡെസ്റ്റിൻഡ് ഫോർ ഷറഫായിരുന്നു. ബിക്കോസ് വേറൊരാളെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു മൈൻഡ് ബ്ലോയിങ് പെർഫോമൻസാണ് ഷറഫ് തന്നിരിക്കുന്നത്. ആൻഡ് ഷറഫ് ആസ് എൻ ആക്ടർ നമ്മൾ ഇതുവരെ അണ്ടർ യൂസ്ഡ് ആയിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തത് പടക്കളം കണ്ടപ്പോഴാണ്. ബിക്കോസ് പുള്ളിയുടെ സ്പോട്ട് ഇംപ്രവൈസേഷൻസ് ഒക്കെ ബിയോണ്ട് നമ്മുടെ ഇമാജിനേഷനാണ്. മനു പലതും കൺട്രോൾ ചെയ്ത് പിടിച്ചിട്ടുണ്ട്, പറഞ്ഞ സ്ക്രിപ്റ്റിലൊന്നും മാറിപ്പോകാതിരിക്കാനായിട്ട്. പക്ഷേ അപ്പോൾ സുരാജിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ ക്യാരക്ടർ പലരോടും നമ്മൾ പറഞ്ഞതാണ്. ബിക്കോസ് അതൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണ്. അപ്പം ഞാൻ സൂപ്പർ സ്റ്റാർസിനോട് വരെ പറഞ്ഞതാണ്, പക്ഷേ ആർക്കും അതങ്ങോട്ട് കൺവിൻസിങ് ആയില്ല. ഷറഫ് അഗെയിൻ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഇതേപോലെ ഞാൻ പോയി ഇരുന്നു, ബട്ട് ഹി വാസ് ക്ലിയർ. അതായത് ഇത് ഇത്രയും സാധനങ്ങളാണ് എൻ്റെ ഇത്, നമ്മളതിന് കൃത്യമായ ഉത്തരം കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ ഞാനിത് ചെയ്യാം. അങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്. ഇവരിലേക്ക് സന്ദീപിലേക്ക് ഞാനാണ് എത്തുന്നത്. സന്ദീപ് ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്നത് ഫാലിമിയും ഇതിലും ആണെങ്കിലും ഇതൊന്നും ഇല്ലാത്തൊരു പടം ഞാൻ സന്ദീപിൻ്റെ കണ്ടിട്ടുണ്ട്. അത് ഇറങ്ങാതിരിക്കുന്നേ ഉള്ളൂ അല്ലേ? അത് ഇറങ്ങാതിരിക്കുന്നുള്ള എന്നെ കുറിച്ചൊന്നും പറയുന്നില്ല ഞാൻ ആ പടം കണ്ടപ്പോൾ തന്നെ ഇത് നോട്ട് ചെയ്തതാണ്. സന്ദീപ് വേറെ ആക്ടേഴ്സിനോട് പറഞ്ഞിരുന്നു, അതൊന്നും കൺവിൻസിങ് ആയില്ല. അത് കഴിഞ്ഞിട്ട് സന്ദീപിലേക്ക് എത്തുന്നു. ഐ തിങ്ക് പിന്നെ അവരെ ഒന്ന് മുട്ടിച്ച് കൊടുത്തതേ ഉള്ളൂ. പിന്നെ ഞാനതിൽ ഇടപെട്ടിട്ടില്ല. ഐ തിങ്ക് അവരുടെ വേവ് ലെങ്ത് മാച്ച് ആയിട്ടുണ്ടാവും എനിക്ക്. പിന്നെ ഇതാണ് സന്ദീപിന്റെ നമ്പർ, ഇതാണ് മനുവിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യത്തെ ദിവസം തന്നെ അടിയായിരുന്നു. അത് ഒന്നുമില്ല, ഇവൻ കഥ വായിച്ച് സ്മൂത്ത് ആയിട്ട് വന്നു. പടം ചെയ്യാന്നൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പറഞ്ഞാലും ആദ്യം ചെവി പറയാം. അപ്പോൾ നമ്മുടെ റൈറ്റർ റൂമിലുണ്ടായിരുന്നു. അപ്പോൾ അവൻ ജോലിയായിട്ട് അവൻ ടാപ്പ് ചെയ്യാൻ വെളിയിൽ പോയതാണ്. ഇവൻ എൻ്റെ അടുത്ത് ഒറ്റ ചോദ്യം ചോദിച്ചു, മനു ഫേവറേറ്റ് ഡയറക്ടറാ? ഞാൻ പറഞ്ഞ സ്പീൽബർഗ്. നിൻ്റെയോ? ക്യാമറോൺ. അപ്പോൾ അവന് ടൈറ്റാനിക് ആണ് ഫേവറേറ്റ് മൂവി, എനിക്ക് ജുറാസിക് പാർക്കാണ് ഫേവറേറ്റ് മൂവി. ഇത് പറഞ്ഞ് വഴക്ക് തുടങ്ങിയതാണ്. 3 മണിക്കൂറിൽ അവൻ തിരിച്ച് ഓഫീസിൽ നിന്ന് തിരിച്ച് വന്നപ്പോഴും ഞാനും ഇവനും വഴക്ക്. ഫുൾ വഴക്ക് കൂടാൻ വേറെ എന്തൊക്കെ കാരണങ്ങളുണ്ട്. പിന്നെ സാഫ് ഞാൻ ആദ്യമേ ക്ലിയർ ആയിരുന്നു സാഫിൻ്റെ കാര്യത്തിൽ അല്ലേ. ആദ്യം തൊട്ട് സാഫിന് ഏത് ക്യാരക്ടർ കൊടുക്കണമെന്നുള്ളതായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ഒരു ഇത്. പക്ഷേ മനു പറഞ്ഞാണ് കറക്റ്റ് എന്നുള്ളത് എനിക്ക് ഫീലായി. സാഫിൻ്റെ കൗണ്ടേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാഫിൻ്റെ ഐ മൂവ്മെൻറ്റ്സ് ഞാൻ പല ഇതിലും സാഫ് ചില സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും മനുവാണ് ഐഡൻറ്റിഫൈ ചെയ്ത് കൊണ്ടുവന്നത്. മനു തന്നെ എടുത്തിട്ട് ഒറ്റക്കാലേ നിന്നിട്ട് എനിക്കിവരെ അറിയില്ലല്ലോ. സോ അതായത് ഞാനിങ്ങനെ പല ഓപ്ഷൻസും പറയും, പക്ഷെ മനു ചേട്ടാ അത് ഇത്, ചേട്ടാ അത് ഇത് തന്നെ, ചേട്ടാ അത് ഇത്. അപ്പം ഞാൻ പറഞ്ഞു ശരി ഓക്കെ, അത് വി ഹാവ് ടു ലീവ് ഇറ്റ് ടു ഹിസ് ജഡ്ജ്മെൻറ്റ്. അങ്ങനെ
നിരഞ്ജന ആദ്യം തൊട്ടേ ഈ സിനിമയുടെ ഇത് പറയുമ്പോഴത്തേക്ക് നിരഞ്ജന ആണ് എന്നുള്ളത് ഞാൻ മനുവിൻ്റെ അടുത്ത് പറഞ്ഞു. ഇതിനകത്ത് കുറച്ച് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ആ പെർഫോമൻസ് വാസ് എ വെരി കീ തിങ്. ബിക്കോസ് അത് ക്ലൈമാക്സ് ഹോൾഡ് ചെയ്യണം, ആ എൻറ്റയർ തിങ് ക്ലൈമാക്സ് ഹോൾഡ് ചെയ്യണം. കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു പെർഫോമൻസ് അവിടെ സീനിൽ എല്ലാ ആർട്ടിസ്റ്റും ഉണ്ട്, പക്ഷെ അവിടെ ഒരാളാണ് അത് ഹോൾഡ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ പെർഫോമൻസ് പാളാൻ പാടില്ല. എന്നിട്ട് ബാക്ക്വേർഡ്സ് ആണ് നമ്മൾ ബിക്കോസ് പുള്ളിക്കാരിക്ക് ആ റോള് കേട്ടപ്പോൾ തന്നെ അന്ന് തൊട്ട് പ്രിപ്പറേഷൻ തുടങ്ങി ഇൻ ടേംസ് ഓഫ് വർക്കൗട്ട് കാര്യങ്ങൾ. ഹൈലി ഡെഡിക്കേറ്റഡ് ആണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഫുൾ കാസ്റ്റ് എല്ലാം ആയില്ലേ, എല്ലാവരും ആയി. ഓക്കെ, പക്ഷെ ഷറഫിക്കേനെയും സുരാജേട്ടനെയും സാഫിനെ നമ്മൾ ഭയങ്കരമായിട്ട് മിസ് പിന്നെ അതിനകത്തൊരു ഡോക്ടർ ക്യാരക്ടർ ചെയ്ത ആരാണ്, അത് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. അവസാനം പലരെയും വിളിച്ചു ചോദിച്ചു, അങ്ങനെയൊക്കെ എല്ലാവരും ഒരേ അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ്. അല്ലാതെ 25,000 രൂപ സേവ് ചെയ്യാനല്ല, ഒരു ആർട്ടിസ്റ്റിനെ പൈസ സേവ് ചെയ്യാൻ വേണ്ടി അല്ല പ്രൊഡ്യൂസർ അങ്ങനെ ചെയ്തത്. ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് വിളിച്ചാൽ വന്ന് ചെയ്തു പോകുന്ന സാധനം. എൻ്റെ എല്ലാ സിനിമയിലും ഡോക്ടർ ഉണ്ടെങ്കിൽ ഇനി ഞാൻ മാത്രമേ ചെയ്യും. ഹോമിലും ഡോക്ടർ ചെയ്തത് വർക്കായി, പടക്കളത്തിലും ഡോക്ടർ ചെയ്ത് വർക്ക്. ഇനി ഡോക്ടർ ഉണ്ടെങ്കിൽ ഞാൻ വിടത്തില്ല. വിജയ് ചേട്ടൻ ഡോക്ടർ ക്യാരക്ടർ ചെയ്യാമെന്നുള്ള ഡിസിഷൻ ശരിക്കും അങ്ങനെ തീരുമാനിച്ചെടുത്ത് തന്നെയായിരുന്നോ? അത് ഒരു സ്പേസ് അവിടെ ഉണ്ട്, എന്തെങ്കിലും ഒരു മോങ് കാണിക്കാന്നുള്ള. ഇത് തമിഴ് സിനിമയിലൊക്കെ ഉണ്ടല്ലോ, ഈ പ്രൊഡ്യൂസർ വന്നിട്ട് ജാട പിന്നെ പോകുമ്പോൾ അവിടെ കയ്യടിയൊക്കെ വരും. ആരും ഒന്നും ചെയ്തില്ല. ഈ ഡാൻസിലൊക്കെ ചിലപ്പോൾ ഡയറക്ടറൊക്കെ ഒന്ന് ഡാൻസ് കളിക്കത്തില്ലേ, അതുപോലെ ഒന്ന് ട്രൈ ചെയ്താ വർക്കായില്ല. ആണോ? കൗണ്ടർ ഉടനെ വരണം. സോറി. ഓക്കെ മനു, ഇപ്പോൾ ഇതിൻ്റെ ഒരു ത്രെഡ് എന്ന് പറയുന്നത് ഭയങ്കര, ഇപ്പം നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ കഥകളൊക്കെ മാത്രം പലരും പറഞ്ഞു കേൾക്കുന്ന പോലെയല്ല, വിഷ്വലി അത് ചെയ്തെടുക്കുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. ബിക്കോസ് അതിൻ്റെ ഇടയിൽ ഒരു ക്യാമ്പസ് കൊണ്ടുവന്നു, ഫുൾ കോമഡി ആയതുകൊണ്ട് ത്രൂ ഔട്ട് ആ 2 hours ആണോ വിജയ് ചേട്ടാ? അത്രയും നേരം നമുക്കിപ്പോൾ ഇൻ്റർവെൽ ആയതുപോലും ഞാനൊന്നും അറിഞ്ഞതില്ലേ, ഇൻ്റർവെൽ ആയോ എന്നായിരുന്നു നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ത്രൂ ഔട്ട് ഭയങ്കര അടിപൊളിയായിട്ടാണ് സിനിമ നമ്മളെ മൊത്തത്തിൽ തീരുന്നവരെ കൊണ്ടുപോയി. അപ്പോൾ ഈ ഒരു ത്രെഡ്, ഇതിൻ്റെയൊക്കെ ഒരു ഐഡിയ എങ്ങനെയായിരുന്നു? ഈ ഐഡിയ കിട്ടുന്നത് ഒരു ഫെബ്രുവരി 23, 2023. എനിക്ക് കറക്റ്റ് ഡേ അറിയാം. കാര്യം ഐഡിയ കിട്ടിയ വെരി നെക്സ്റ്റ് സെക്കൻഡ് ഞാൻ ഇതിനെ വിളിച്ച് പറയണടാ ഇങ്ങനൊരു സാധനമുണ്ട്, ചെയ്ത് നോക്കിയാലോ എന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു വേറൊരു പ്രീവിയസ് വെർഷൻ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ ഹീറോ പടം പോലെയായിരുന്നു. ഒരു സ്കൂളിലെ ഒരു ടീച്ചറിന് ഒരു സൂപ്പർ പവർ ഉണ്ട്, അതറിയാന്നുള്ളൊരു ഇൻട്രോവേർട്ടായിട്ടുള്ളൊരു ചെക്കൻ. ഇതാണ് നിതിൻ പറഞ്ഞൊരു ഐഡിയ. അപ്പോൾ അതിങ്ങനെ ചിന്തിച്ച് പക്ഷേ അത് വേണ്ട, മാറ്റി വെക്കാമെന്ന് പറഞ്ഞിട്ട് ഈ പരകായ നിയന്ത്രണം, പരകായ പ്രവേശം എന്ന് പറഞ്ഞ ഐഡിയ കിട്ടിയത് ഈ പറയുന്ന പോലെ ഒരു ഫെബ്രുവരി 23. അപ്പം ഇതിൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനൊരു സാധനം കൊണ്ട് ചെയ്യാം. അവിടെ നിന്നുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് തോട്ട് വാസ് 15ാമത്തെ മിനിറ്റിൽ 2 പേർക്കിടയിൽ സ്വാപ്പ് സംഭവിക്കുന്നു, ഇൻ്റർവെല്ലിൽ 3 പേരാവുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ അപ്പോൾ പടം ഇപ്പോൾ പറയുന്ന പോലെ അല്ല, ഇച്ചിരി കൂടെ ലാഗ് വരും, ആ ഐഡിയയുടെ എക്സൈറ്റ്മെൻറ്റ് തീർന്നു പോകും. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയയിൽ നമ്മൾ ഇൻ്റർവെല്ലിൽ സ്വാപ്പ് ചെയ്യാൻ തീരുമാനിക്കുന്നു. വെരി നെക്സ്റ്റ് തോട്ട് എന്ന് പറയുന്നത് എങ്ങനെ സ്വാപ്പ് ആകണമെന്നുള്ളതാണ്. അതായത് ആരുടെ ദേഹത്ത് അത് ലോക്ക് ചെയ്തിട്ടാണ് തുടങ്ങി. അപ്പോൾ അത് ലോക്ക് ചെയ്തപ്പോൾ ഉണ്ടായ ഗുണം എന്തെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോരുത്തരുടെ ആർക്കിൽ ക്ലാരിറ്റി കൊണ്ടുവരാൻ പറ്റി. അതായത് ഇപ്പം ആദ്യത്തെ ആൾ ഇങ്ങനെ പ്ലേ ചെയ്യുമ്പോൾ അയാൾക്ക് മാർക്കറ്റ് ഡിഫറൻസ് ഇപ്പുറം വരണം. അങ്ങനെ ഒരു വർക്കായിരുന്നു. അതായത് നമ്മൾ ഒരു ഡ്രാഫ്റ്റ് എഴുതിയിട്ട് പിന്നെ റീവർക്ക് ചെയ്യുന്നതല്ല, ഇത് ഇങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞ് ലോക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ബിൽഡ് ചെയ്തൊരു സാധനമാണ്. അതുകൊണ്ട് എഴുത്തെളുപ്പമായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് ഇതിൽ ഏറ്റവും ഡിഫിക്കൽട്ട് പാർട്ട് എന്ന് പറയുന്നത് നറേഷൻ ആൻഡ് റീഡിംഗ് ആണ്. കാര്യം വിഷ്വലി ഈ പ്രശ്നം വരില്ല എന്നുള്ളത് വായിക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്. അത് വിജയ് സാറിന് ഉൾപ്പെടെ നമ്മൾ ഈ വായിക്കുമ്പോൾ ഉള്ള കൺഫ്യൂഷനോ പറയുമ്പോൾ ഉള്ള കൺഫ്യൂഷൻ അല്ല, വിഷ്വലി ഇത് ഒത്തിരി കൂടെ ഈസി ആയിരിക്കും എന്നുള്ളത് അറിയാം. പക്ഷേ ഈ പറയുന്ന പോലെ വായിച്ചോ നറേറ്റ് ചെയ്തോ ഇത് കൺവിൻസ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു പണി തന്നെയായിരുന്നു. വായിച്ചുകൊണ്ടിരുന്നപ്പോഴും കുഞ്ഞമ്മ പറഞ്ഞ ഡയലോഗ് ഇതൊക്കെ ആരുടെ, ഇവനിപ്പോ കാണുമ്പോ ജിതിന്ന് വിളിക്കണോ രഞ്ജിത്ത് സാർന്ന് വിളിക്കണോ എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. പറയൂ സന്ദീപ്, എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി എടുത്തൊരു മെന്റലി അല്ലെങ്കിൽ ഫിസിക്കലി ഒക്കെ ഇമോഷണലി ഒക്കെ എടുത്തൊരു പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? ഇത് ഓവർ തിങ്ക് ചെയ്ത പ്രശ്നം വരുന്ന ഒരു ക്യാരക്ടറാണ്. നമ്മൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ രീതിയിൽ തന്നെ ആ ഒരു ക്യാരക്ടറിനെ എങ്ങോട്ടൊക്കെയോ കൊണ്ടുപോകും. പക്ഷെ അതല്ലായിരുന്നു. ഇപ്പം മനുവിന് കൃത്യമായിട്ട് ഒരു ഐഡിയ ഉണ്ട്. ഇപ്പം നമ്മൾ ആദ്യമേ സംസാരിച്ച് തുടങ്ങിയപ്പോൾ മനു ഇതിൻ്റെ ഒരു എസെൻസ് പറഞ്ഞു തന്നു. ഓക്കെ, രഞ്ജിത്ത് സാർ എന്ന് പറയുന്ന എസെൻസ് ഇതൊക്കെയാണ്, ജിതിൻ എന്ന് പറയുന്ന ഒരു എസെൻസ് ഇതൊക്കെയാണ്. പക്ഷേ നമുക്ക് ആ ഒരു എസെൻസ് വെച്ച് മാത്രം ഒരു പ്രിപ്പറേഷനിലേക്ക് പോയിട്ട് കംപ്ലീറ്റ്ലി പ്രിപ്പയർഡ് ആയിട്ട് സെറ്റിലേക്ക് പോകാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രഞ്ജിത്ത് സാർ എന്നുള്ള ക്യാരക്ടർ ആദ്യമേ ഷറഫിക്കാണ് അഭിനയിക്കുന്നത്. അപ്പോൾ പുള്ളി അഭിനയിച്ച് കഴിയുമ്പോൾ അതിനൊരു ട്രേറ്റ് സംഭവിക്കും. നാച്ചുറലി പുള്ളിയുടേതായ ഒരു രഞ്ജിത്ത് സാർ അവിടെ ഉണ്ടാവും. അതാണ് ഞാൻ പിന്നെ പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഓൾറെഡി ഞാൻ എൻ്റെ മനസ്സിലൊരു രഞ്ജിത്ത് സാറിനെ ഇങ്ങനെ ചിത്രീകരിച്ച് വന്നു കഴിഞ്ഞാൽ ഷറഫിക്ക ചെയ്യുന്നതും ഞാൻ ചെയ്യുന്നതും രണ്ട് ക്യാരക്ടറായി മാറും. അപ്പോൾ പുള്ളി അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഫസ്റ്റ് ഇനീഷ്യൽ ഡേയ്സിൽ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് അത് എൻ്റെ ത്രൂ അത് പെർഫോം ചെയ്യുക എന്നുള്ളതായിരുന്നു. എന്നത് എനിക്ക് തോന്നുന്ന ഒരു ഞാൻ എടുത്തിരുന്ന ഒരു
പ്രോസസ്സ് ഒന്ന് പറയാം. പിന്നെ ഞാൻ ഇവരോട് സംസാരിക്കും, രഞ്ജിത് സാറിനോട്, അല്ല സോറി രഞ്ജിത് സാറിനോട്, എല്ലാവരും പരസ്പരം ഇത് വർക്കാവാനുള്ള. ഈ സിനിമയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഹോസ്റ്റൽ ജീവിതമായിരുന്നു. എല്ലാവരും ഒരുമിച്ചായിരുന്നു. അവിടുത്തെ കോളേജിനകത്തെ ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമ്പോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവർക്കും സംസാരിക്കാം. ഹോട്ടൽ പരിപാടികളൊന്നുമില്ല. പടത്തിന് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട്. കാര്യം ഞാൻ ഇവരുടെ റാപ്പോ ബിൽഡിംഗ് എന്ന് പറഞ്ഞ സാധനം ഭയങ്കര നെസസറി ആയിട്ടുള്ള ഒരു പടമായിരുന്നു. അപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ഈ ഒരു പരിപാടി വന്നു വീഴുന്നത്. ഞാനൊരു സുരാജേട്ടൻ വന്നിട്ട് ഒരു 4ാമത്തെ ദിവസമൊക്കെ ഞാൻ ഇവൻ്റെ റൂം എൻ്റെ റൂമിൻ്റെ അടുത്താണ്. റൂം തുറന്ന് നോക്കുമ്പോൾ അകത്ത് സുരാജേട്ടനൊക്കെ ഇരിക്കും. ആ ലെവലിൽ കമ്പനിയാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഗുണമായിരുന്നു. ഇവരെന്നും കാണുന്നു എന്നും എല്ലാവരും ഒരിടത്താവുമ്പോൾ നമ്മുടെയൊക്കെ റൂംസ് തന്നെ എല്ലാവർക്കും അറിയാം അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇറങ്ങി കോറിഡോർ ഇരിക്കുമ്പോൾ തന്നെ എല്ലാവരും അവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ഐസ് ബ്രേക്കിംഗ് നടന്നിട്ടുണ്ട് എല്ലാ ടീം മെമ്പേഴ്സുമായിട്ട്. ഇത്രയും ദിവസം അടുപ്പിച്ചത് ഞാൻ എൻ്റെ കോളേജിൽ പോലും പോയിട്ടില്ല. ഞാൻ കോളേജിലേ പോയിട്ടില്ല. കോളേജ് നമ്മൾ കണ്ടിട്ടേ ഇല്ല. കോളേജിലെ അല്ല ഷറഫിക്ക് എനിക്ക് തോന്നുന്നു സുരാജേന്റെ മാനറിസംസ് വരെ ഭയങ്കര രസമായിട്ട് ക്യാച്ച് ചെയ്തിട്ടുണ്ട് ആ പടത്തിൽ. നമുക്കത് പെട്ടെന്ന് ഇതേ സുരാജേണ്ണ ചെയ്യുന്നു എന്നൊക്കെ നമ്മളിങ്ങനെ പടം കാണുമ്പോൾ പറയായിരുന്നു. അരുൺ പറയൂ, പാട്ട് ഇപ്പതാ സിനിമ ഏതാ പാടാനാണ് എളുപ്പം അഭിനയിക്കാനാണ് എളുപ്പം? രണ്ടും അറിയില്ല. അതാ പാട്ട് തന്നെ ഇപ്പൊ സ്റ്റുഡിയോയിൽ തന്നെ പാടുവാണെങ്കിൽ ഞാൻ ഒരു ലൈൻ തന്നെ 4 തവണ പാടിയിട്ട് അതിൽ 4 വേർഡ്സ് പലയിടത്തും 4 വേർഡ്സ് പെർഫെക്റ്റ് അയക്കുന്നത്. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് ചേർത്തിട്ടാണ് ഞാൻ പാട്ടുണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ലൈവ് പാടിയാൽ ഭയങ്കര സംഭവം. എളിമ ഒന്നുമല്ല കേട്ടോ. നമ്മളവിടെ ഏറ്റവും അതിനെ കുറിച്ചൊരു കാര്യം പറയണ്ടോ? ഒരിടത്ത് പറഞ്ഞാൽ അത് ഇവിടെ പറയാം. അപ്പം സിനിമ ഇറങ്ങി, ട്രെയിലർ ഇറങ്ങി നമ്മൾ അത്യാവശ്യം അതുവരെ നമ്മൾ സ്ലോ മാർക്കറ്റിംഗ് ആയിരുന്നു. ഞാൻ ഇത് ഭയങ്കര മറ്റേ ടെൻഷൻ്റെ ആളാണ് ചേട്ടാ. ജിംഖാനയുടെ പ്രൊമോഷന് പോകുമ്പോൾ അടുത്ത പടം ഏതാണെന്ന് ചോദിക്കുന്നത്. പടക്കളം എന്ന് പറയുമ്പോൾ ആരും അറിയത്തില്ല ചേട്ടാ. നമ്മുടെ പടം ആരെങ്കിലും അറിയുമോ? ഞാൻ അടങ്ങും മോനെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇത് വരും, ട്രെയിലർ ഒന്ന് ഇറങ്ങട്ടെ. നമ്മുടെ കണ്ടന്റ്, ഒരു മെയിൻ കണ്ടന്റ് ട്രെയിലറാണ്. സോങ്സ് പലതും വിടാൻ പറ്റത്തില്ല. അറിയുമായിരിക്കും അല്ലേ? ഞാൻ ഒരു 27-ാം തീയതി കഴിഞ്ഞ് എന്നെ ഒന്ന് വിളിച്ച്. അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. ഞാൻ വല്ലോ ടാങ്കിന്റെ മേളിൽ കയറിയിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, വല്ലോ കോൺട്രവേഴ്സി ഉണ്ടാകാൻ, അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ 20 എന്നിട്ട് പിന്നെയും വിളിക്കും. അറിയുമായിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞ് അവസാനം ട്രെയിലർ ഇറങ്ങി. ഞാൻ ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ഇപ്പം കുറച്ച് പേരൊക്കെ അറിഞ്ഞു തുടങ്ങി. അപ്പം വേറൊരു ടെൻഷൻ കാര്യമുണ്ട് അവിടെ. നമ്മുടെ എന്താ 5 ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത്, നമ്മളെന്താ 1 hour, നമ്മളെന്താ 2 hour, ഒരു 4 എനിക്ക് അമ്മ ഇങ്ങനെ 2 പേരും ഇരുന്നിട്ട് അതാണ് ഞാൻ ഇത് ആരാ ഈ ട്രെൻഡിങ് എന്ന് പറഞ്ഞ് ഞാൻ ചുമ്മാ ഒന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ആ അന്നത്തെ 4 ട്രെൻഡിങ് എടുത്തു. അല്ല നമ്മളിപ്പോൾ 4 നിൽക്കാം, ട്രെൻഡിങ് എടുത്തു. ട്രെൻഡിങ് ആദ്യം നമുക്ക് മനസ്സിലാവാം റെട്രോയുടെ ട്രെയിലറാണ്, അതെനിക്ക് മനസ്സിലാവാം. രണ്ടാമത് നിൽക്കുന്ന ISL ഫുട്ബോളിൻ്റെ ഹൈലൈറ്റ്സ് ആണ്, അതും എനിക്ക് മനസ്സിലായി. മൂന്നാമത് നിൽക്കുന്നത് ഒരു സുന്നത്ത് കല്യാണമാണ് മലബാറില്. ഒരു സുന്നത്ത് കല്യാണത്തിന്റെ വീഡിയോ ആണ്, 9 ലക്ഷം പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാനിത് അത്രയും പോലും നമ്മുടെ ട്രെയിനറിൽ ഇവിടെ 56 ദിവസം ഷൂട്ടും ചെയ്ത് അത് ഞാൻ വിട്ടു. അത് ചിലപ്പോൾ ഒരു ഭയങ്കര ഡിവൈൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്ത് ആളുകൾക്ക് ചിലപ്പോൾ അതിൻ്റെ പ്രോസസ്സ്, ചിലപ്പോൾ അതിൻ്റെ പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ അറിയാനായിട്ട് അതിനകത്തൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. 4ാമത് നിൽക്കുന്ന എന്താന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. അരുൺ പ്രദീപ് ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അതായത് ഒരേ അരുൺ പ്രദീപ് 3 ക്യാരക്ടേഴ്സ് ഇങ്ങനെ ആയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് എനിക്ക് പെട്ടെന്നൊരു ഞാൻ ഈ 56 ദിവസം ബഹുമാനിച്ചില്ലല്ലോ എന്നുള്ളത് അതില്ല. സുന്നത്തില്ലാണെങ്ങനെ വേളി വന്നത്. അല്ല, പാട്ട് ചെയ്ത് സത്യം പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന റീച്ച് ഒന്നും കിട്ടുന്നില്ലായിരുന്നു. അതായത് ഞാൻ ചെയ്യുന്ന പാട്ട് ഞാൻ മറ്റേ ഫീൽ ഗുഡോ നാട്ടുകാർ മൊത്തം എടുത്ത് പൊക്കി അടിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറക്കും. 4 പേര് കാണും, 3 പേര് ഞാൻ തന്നെ. പിന്നെയാണ് ടിക്ടോക്കിനകത്ത് ശരിക്കും ആദ്യം മറ്റേ വീഡിയോസ് ചെയ്ത് തുടങ്ങി. പിന്നെ മനസ്സിലായ ഓക്കെ പാട്ടിനേക്കാളും റീച്ച് ഇതുപോലെ ഈ പല ക്യാരക്ടേഴ്സ് ഞാൻ തന്നെ ചെയ്തിട്ടുള്ള സ്കിറ്റുകൾക്ക് അത് റീച്ചായി തുടങ്ങിയപ്പോഴത്തേക്ക് ഓക്കെ ആൾക്കാർ പാർട്ട് 2 വേണം, പാർട്ട് 3 വേണം, അങ്ങനെ ചെയ്ത് ടിക്ടോക്ക് ബാനായി. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം എടുത്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ടിക്ടോക്കിൽ നമുക്ക് ഏണിങ്സ് ഒന്നും കിട്ടത്തില്ലായിരുന്നു. യൂട്യൂബ് അങ്ങനെ മോണിറ്റൈസ്ഡ് ആയി.
അത് കഴിഞ്ഞിട്ടാണ് മനു ഈ യൂട്യൂബ് വീഡിയോ നേരത്തെ പോലെ കാണുന്നുണ്ടായിരുന്നു. കണ്ടിട്ട് മനു എൻ്റെ ക്യാരക്ടർ എഴുതിയേക്കുന്നതെന്ന് വെച്ചാൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരാളുണ്ട്, പുള്ളിയെ ബേസ് ചെയ്താണ് ആ ക്യാരക്ടർ എഴുതിക്കുന്നത്. ഒരു രണ്ടുപേരാണ്. ഓക്കെ. അപ്പോൾ മനു എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അത് ഒരു ക്യാരക്ടറുണ്ട് ഇതുപോലെ ഒരു തലകർച്ച് നിൽക്കുന്ന ഒരു ഒരുത്തനാണ്, അതായത് ഞങ്ങൾ 4 പേരിൽ ഏറ്റവും ഒരു എക്സെൻട്രിക് ആയിട്ട് വട്ട് കാണിക്കുന്ന ഞാനാണ്. അപ്പോൾ അരുൺ യൂട്യൂബിനകത്തൊക്കെ ചെയ്യുന്ന അതേ ഒരു ടൈപ്പ് പരിപാടി തന്നെയാണ് ഈ ക്യാരക്ടറും ചെയ്യുന്നത്, ചെയ്യാൻ പറ്റുമോ? യെസ്, ഓക്കെ. അങ്ങനെ സ്ക്രിപ്റ്റ് ഒക്കെ വായിക്കുന്നതിന് മുമ്പ് യെസ് പറഞ്ഞു. എന്നിട്ട് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഒരു മനസ്സിലാവുന്നില്ല. അത് എനിക്കും അത് തന്നെ, സാഫിനും അത് തന്നെ. സാഫ് ഫ്രൈഡേയുടെ മൂവിയാണ്, സന്ദീപ് ഉണ്ട്, ഓക്കെ എന്ന് പറയുന്നത് സാഫ് ഉണ്ടായിരുന്നു, അത് പറഞ്ഞത്. അപ്പോൾ അല്ല, ഫസ്റ്റ് ഹാഫ് വരെ ഓക്കെ ആയിരുന്നു, കറക്റ്റ് മനസ്സിലായി. സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്ക് ഓക്കെ തല പോയാന്ന് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഓക്കെ ഫൈനൽ ആയപ്പോഴത്തേക്ക് ഓക്കെ നല്ല ഒരു അവസാനം ഒരു പ്രോപ്പർ എൻഡിങ്ങും ഉണ്ട്. അങ്ങനെ ഓക്കെ പറഞ്ഞു. അഭിനയിച്ച് ഭയങ്കര രസമായിരുന്നു. ഇതുപോലെ കോളേജിൽ 10-60 ദിവസം പാരലായിട്ട് ക്ലാസ് നടക്കുന്നുണ്ട് അമൽ ജ്യോതിയിൽ. ഹോസ്റ്റലിലെ പിള്ളേരെ പോലെ തന്നെ അവിടുത്തെ തന്നെ ക്വാർട്ടേഴ്സ്, അതായത് ഒരു 3 ഫ്ലോർ, ഒരു ഫ്ലോറിൽ ഒരു 11 റൂം വെച്ച് ക്രൂ മൊത്തം അവിടെ തന്നെ. അപ്പോൾ രാവിലെ ഇറങ്ങുന്നു, പിള്ളേരെല്ലാം ക്ലാസ്സിന് പോകുന്നു, ഞങ്ങൾ ഷൂട്ടിന് പോകുന്നു, ഞങ്ങൾ അഭിനയിക്കുന്നു. അങ്ങനെ ഭയങ്കര രസമായിരുന്നു. കൂട്ടത്തിൽ ഏറ്റവും കോമഡിയും കാര്യങ്ങളൊക്കെ സ്കോർ ചെയ്ത് നമ്മുടെ ചെക്കനാണ്. കാര്യം എന്താ പറയുക, എല്ലാം ഇവന് ആ ഒരു ട്രാക്ക് ഉള്ള കാരണം അവന് ഓരോ സീനും അപ്പം തന്നെ ഇംപ്രവൈസ് ചെയ്തിട്ട് കുറേ കൗണ്ടേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് കുറച്ചും കൂടെ കോമിക്കലായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഇവൻ്റെ. കുറച്ചും കൂടെ നാച്ചുറൽ കോമഡി എന്നുള്ളതിനല്ലാതെ കുറച്ചും കൂടെ കോമിക്കലായി, എല്ലാവരും കുറച്ച് കോമിക് സാധനം ആയതുകൊണ്ട് ഇവൻ്റെ ക്യാരക്ടറാണ് കുറച്ചും കൂടെ അതിൽ പുഷ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ അവൻ കയ്യിൽ നിന്നിട്ട് നല്ല രീതിയിൽ തിയേറ്ററിൽ നല്ല റെസ്പോൺസ് ഉണ്ടാവും. ഇനി ഞാൻ ഇവനെ പറ്റി തള്ളട്ടെ. അല്ലേ, സംഭവം എന്താന്ന് വെച്ചാൽ എനിക്ക് കുറെ സാധനങ്ങളിൽ അങ്ങനെ പെട്ടെന്ന് ശരിക്കും നടന്ന സംഭവം. എനിക്ക് കുറെ സാധനങ്ങളിൽ ഇതെങ്ങനെ പറയണം ഈ ഡയലോഗ്, ഞാൻ ചില സമയത്ത് എടാ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് റിഹേഴ്സ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ പറയുന്ന സമയത്ത് എടാ അങ്ങനെ ചെയ്യേണ്ട, ഇവൻ വേറൊരു മാനേഴ്സ് ഇത് കാണിച്ചു തരും. ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതായത് ഈ തലതെറിച്ച് മറ്റേ കാക്കാന്നുള്ള വോയിസിൽ കോമഡി പറയാനാണെങ്കിൽ ഓക്കെ, പക്ഷെ മറ്റേ സീരിയസ് സാധനങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വരുമ്പോഴത്തേക്ക് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്ഷൻ ആവാത്ത സമയത്ത് വന്ന് ഹെൽപ്പ് ചെയ്യും. ഭയങ്കര അവനത് ത്രൂ ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് സുരാജേട്ടനും ഷറഫിക്കെയും ഞാൻ ഫോക്കസ് ചെയ്തും അവർ അറ്റൻഡ് ചെയ്യാറുണ്ട്. എല്ലാ സീനിന് മുന്നേ ഇതാണ് സീൻ എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇവനിലോട്ട് ആ അറ്റൻഷൻ എനിക്ക് എത്തിക്കാൻ പറ്റിയില്ല പല സമയങ്ങളിൽ. അപ്പോൾ പല സീനുകളിൽ ഇവൻ സ്വന്തമായിട്ട് പിക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ജിതിന് കിട്ടുന്ന ഒരു 1/4 ഐഡിയയും അവൻ സ്വന്തമായിട്ട് ഇംപ്രൂവൈസ് ചെയ്തിട്ടുള്ളതാണ്. കാര്യം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സമയം കിട്ടില്ല. അതുപോലെ തന്നെയും പല സീനുകളും ഇവരുടെ റാപ്പോ മെൻറ്റർ ചെയ്ത് സ്പിയർ ഹെഡ് ചെയ്തതും സന്ദീപായിരുന്നു. ചില സീനുകൾ നമ്മൾ എഴുതുമ്പോൾ മനു അത് ക്രിഞ്ചാണ്, ഞാനൊന്ന് മാറ്റിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഓക്കെ നിങ്ങൾ സെറ്റ് അങ്ങനെ ഇവർ ചെന്ന് നിന്ന് സെറ്റ് ചെയ്തിട്ട് വരുന്ന കുറേ സാധനങ്ങൾ, അങ്ങനെ കുറച്ച് സീൻസ് തന്നെ ഇവർ മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഗുണം ചെയ്തു, അത് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട്. ഇനി എസ്തെറ്റിക് കുഞ്ഞമ്മയിലേക്ക് വരാം നമുക്ക്. എന്തുകൊണ്ടാ വിജയ് ചേട്ടാ അവനെ ഏൽപ്പിക്കാൻ? പോസ്റ്ററൊക്കെ നന്നായിട്ട് ചെയ്യായിരുന്നല്ലോ ചെക്കൻ. സമയമില്ല, ഭയങ്കര തിരക്കില്ല. ഞാനാണ് ടൈപ്പ് ചെയ്ത പടത്തിന്റെ ചെറിയ സ്മോൾ ബഡ്ജറ്റ് സിനിമകളൊന്നും ചെയ്യാം. സ്മോൾ അല്ല, ഞാനാണ് പടത്തിന്റെ ടൈപ്പ് ചെയ്തത്. ഓ മറ്റേ ഞാൻ തെറിച്ചു പോകുന്ന പടക്കളോ? അതെ, ഡൈസ് ഒക്കെ ഉണ്ടല്ലോ, പുള്ളിയാണ് പടക്കളം. അതൊക്കെ സമയം പോകുന്ന വഴിക്കാണ്ട് ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് ഇത് മതി. പല 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 ഫോണ്ടുകൾ നോക്കിയിട്ടും അങ്ങോട്ട് വർക്ക് ആവുന്നില്ല. അപ്പം ഇങ്ങനെ കുഞ്ഞമ്മ സാറ് നമ്മുടെ സിനിമയിലെ തന്നെ ആക്ടറല്ലേ അപ്പൊ കുഞ്ഞമ്മ സാറിനെ ഞാൻ വിളിച്ചു, എന്തെങ്കിലും ഒന്ന് ചെയ്ത് തരണം, കൺവിൻസ് ചെയ്ത്. ശരി തിരക്കാണെന്ന് അറിയാം, എനിക്ക് മറ്റേ പടത്തിൻ്റെ ഉണ്ട്, ഈ പടത്തിൻ്റെ ഉണ്ട്, പിന്നെ ഇപ്പോൾ ഹിന്ദിയൊക്കെ വരുന്നുണ്ട്, ഷാറുഖ് ഖാൻ്റെ പടത്തിൽ, അങ്ങനെയൊക്കെ ഭയങ്കര ഇത് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഞാൻ പിന്നെ ആ ലോഗോ എങ്കിലും ഒന്ന് ചെയ്ത് തരാൻ പറഞ്ഞപ്പോൾ ഒരു ഉച്ചയ്ക്ക് രാവിലെ കണ്ടാ പറഞ്ഞു, മനുവിനെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മനു വിളിച്ചു ലോഗോ റെഡി ആയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പം ഒരു സിഗ്നേച്ചർ പോലെ ഒരു സാധനം അതേ പറഞ്ഞു, ലെഫ്റ്റ് കയ്യിലെ കണ്ട് ലോഗോ റെഡി എന്ന് പറഞ്ഞു. കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു ഓക്കെ ഇത് തന്നെയാണ് ലോഗോ. പിന്നെ സിനിമ കഴിഞ്ഞ് കണ്ടന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങോട്ട് വിളിച്ചു. നമ്മൾ ചോദിച്ചിട്ട് ചേട്ടാ ഞാൻ ഒരു 2-3 സാധനങ്ങൾ വർക്ക് ചെയ്ത് തരട്ടെ. അങ്ങനെ ഒരു 3-4 പോസ്റ്റർ സാറ് നമുക്ക് തന്നിട്ടുണ്ട്. ഇല്ല, അത് സ്നേഹം മാത്രം മതിയല്ലേ? ഇല്ലല്ല, ഞാൻ തരാന്ന് പറഞ്ഞിട്ട് തരും. പറയാരും ബംഗാളി ആയിട്ടാണ് ഞാൻ ലാസ്റ്റ് നിന്നെ കണ്ടത്. ബംഗാളി അല്ല, നമ്മള് കോ ആക്ടേഴ്സ് ആയിരുന്നു കഴിഞ്ഞ പടത്തിൽ. അങ്ങനെയാണ് നമ്മള്
പരിചയപ്പെടുന്നത്. മുടിയെ കളർ ചെയ്ത് ഭാഗ്യം ഞാനത് കാണാഞ്ഞത് കാസ്റ്റിംഗിന് സമയത്ത്. പക്ഷെ ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ഭയങ്കര ഇടിച്ചിടിച്ച് നിൽക്കുന്ന ഒരു ക്യാരക്ടർ, നല്ല കോമഡി, നല്ല ഫൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ആക്ച്വലി എന്നെ വേറൊരു ക്യാരക്ടറിന് വേണ്ടിയാണ് മനുഷ്യട്ടൻ വിളിച്ചത്, സാഫിന്റെ ക്യാരക്ടറിന് വേണ്ടി വിളിച്ചത്. പക്ഷെ അത് പിന്നെ ചെയ്തു വന്നപ്പോൾ എനിക്കൊരു മെച്യൂർ ആയിട്ടൊരു ക്യാരക്ടർ തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ ആ ഒരു ക്യാരക്ടർ. ഇവിടെ ആക്ടർ ഡയറക്ടേഴ്സ് ഉണ്ട്, ആക്ടർ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, ആക്ടർ എഡിറ്റേഴ്സ് ഉണ്ട്. പക്ഷെ ഡിസൈനർ കം ആക്ടർ മലയാള സിനിമയിൽ ഒരാളെ. അതാണ് കുഞ്ഞമ്മ. അപ്പോൾ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ ഡയലോഗ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ സീനിലും മനുഷ്യരുടെ എഴുതിയിരിക്കുന്നതിൽ ഏറ്റവും അവസാനം ഓക്കെ എന്താണ് പ്ലാൻ, ഓക്കെ അതായിരുന്നു എൻ്റെ ഡയലോഗ്. എല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ സാഫിന്റെ എപ്പിയുടെ ഡയലോഗ്സ് കടം വാങ്ങിക്കും. അവരോട് ഇന്നത്തേക്ക് നാളെ തിരിച്ച് ഡയലോഗ് നാളെ ഞാൻ തിരിച്ച്. അങ്ങനെയാണ് ഞാൻ പടത്തില് സംസാരിച്ച്. അല്ല, അവിടെയാണ് തിയേറ്റർ ഒന്ന് ഇളകിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇതൊന്നും തീർന്നിരുന്നെങ്കിൽ മലയാളം സിനിമ ചരിത്രത്തിൽ ഡയലോഗ്സ് കോ ആക്ടേഴ്സിനെ കടം വാങ്ങി അഭിനയിച്ച ഒരു ആക്ടറാണ്. അത് റിഹേഴ്സ് ചെയ്യുന്ന സമയത്ത് എല്ലാരും ഓരോ ഡയലോഗ് പറഞ്ഞു, അവസാനം സീൻ തീർന്നു, ഇവൻ മാത്രം ഇങ്ങനെ നിൽക്കും. ബ്രോ ഇത് ഞാൻ എടുത്തോട്ടെ, ഞാൻ എല്ലായിടത്തോട്ട് പോകും. ഇല്ല ഇടക്കിടക്ക് വന്ന് ചോദിക്കും. എനിക്ക് തോന്നുന്നത് ഈ ഡയലോഗ് നകുല് പറയുമ്പോഴാണ് കറക്റ്റ് എന്ന് പറഞ്ഞ് ഇവനോട് പോയി പറയും. അപ്പം മനു അങ്ങനല്ല. അത് ആദ്യത്തെ 5-6 ദിവസം അങ്ങനെയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇവൻ കിടന്ന് ബുദ്ധിമുട്ടിന് കാണുമ്പോൾ എങ്കിൽ പിന്നെ നീ ആയിക്കോ എന്ന് പറഞ്ഞ് വിടുമായിരുന്നു. ആദ്യത്തെ 5 ദിവസം ഈ ഡയലോഗ് പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കൂട്ടത്തിൽ ഇവൻ ഇച്ചിരി സീരിയസ് ആയിട്ട് നിൽക്കേണ്ട ക്യാരക്ടർ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇവര് 3 സന്ദീപ് ഒഴിച്ചുള്ള 3 പേരും മനുവിന്റെ ലൈഫിൽ ഉള്ളതാണ്. നായിക ഉൾപ്പെടെ തേപ്പ് കെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. തേപ്പല്ല, അതൊരു ബ്യൂട്ടിഫുൾ ബ്രേക്കപ്പ് അങ്ങനെ അപ്പൊ പറഞ്ഞത് അല്ല, പക്ഷെ ആ വാക്ക് ഞാൻ സംസാരിച്ചു. അതെ, ഞാൻ വിളിച്ചു കൊടുത്തു, ഇവര് തമ്മിൽ സംസാരിച്ചു. നമ്മള് പോകുന്ന വഴിക്ക് അഭിനയിക്കുന്ന സമയത്താണോ? അപ്പൊ പിക്ചേഴ്സേ പറഞ്ഞുള്ളൂ. പിന്നെ മനു ഭയങ്കര ക്ലിയർ എന്നുവെച്ചാൽ മനു കഥ പറയാൻ വേണ്ടി വന്നപ്പോ എന്റെ സീൻസ് പറയുമ്പോൾ മനു എക്സ്റ്റെൻസീവ്ലി ക്ലിയർ ആണ്. ഇങ്ങനെ സംസാരിക്കും, ഇന്ന പേസ് ബ്രെത്ത് വരെ വെച്ചാൽ അത്രം വരെ മനു ആക്ച്വലി അല്ല ഇങ്ങനെ മറ്റേ ഈ പേസിലായിരിക്കും സംസാരിക്കുക, ഇങ്ങനെയാ സംസാരിക്കും. മനു ഭയങ്കര ക്ലിയർ ആയിരുന്നു. അപ്പൊ ഞാൻ ഔട്ട് ഓഫ് ക്യൂരി ഞാൻ ഇങ്ങനെ മനു ഇത് വല്ലതും റിയൽ ലൈഫ് ഉണ്ട് അങ്ങനെ വെറുതെ അല്ല. പിന്നെ പിന്നെ ഇങ്ങനെ ചോദിച്ച ആള് നമ്മള് സംസാരിച്ചു. പുള്ളിക്കാരി പറഞ്ഞത് പുള്ളിക്കാരിയെക്കാട്ടിലും എത്രയോ നന്നായിട്ടാണ് ജിതിനും ജീവിക രണ്ടുപേരും ഓൺ സ്ക്രീൻ വേർഷൻസ് ഭയങ്കര നല്ലായിരുന്നു. അല്ല അതല്ല, ഒറിജിനൽ റിലേഷൻ ഞാനും പ്രശ്നമായിരുന്നു, പുള്ളിക്കാരിയും പ്രശ്നമായിരുന്നു. നമ്മളിപ്പോഴും അപ്പൊ നിരഞ്ജനടുത്ത് സംസാരിച്ചപ്പോഴും പുള്ളിക്കാരി പറഞ്ഞാണ് ആ ജിതിനെയും ജീവികയും നീ നല്ലതായിട്ടാ പോർട്രേ ചെയ്തിരിക്കുന്നത്, നമ്മളെ പോലെ ആക്കിയിരുന്നെങ്കിൽ നല്ല ബോറായിരുന്നു. അതാണ് മനു ഉദ്ദേശിച്ച ബ്യൂട്ടിഫുൾ. മനുവിന്റെ മനസ്സിലുണ്ടായിരുന്ന ബ്രേക്കപ്പ് ആണ് കണ്ടത്. ഓക്കെ, എനിക്ക് ഇല്ലാണ്ടായാലും മറ്റേ മഹാഭാരതം ഇല്ല ആ സമയത്ത് കൈന്നിട്ടതാ. ആ സമയത്ത് ചിരിച്ചു പറയായിരുന്നു. ആ സമയത്ത് കുഞ്ഞമ്മ സാറാണ്. കൊള്ളാം, അടിപൊളി. യെസ്, നിരഞ്ജന ഡാൻസർ ആയതുകൊണ്ട് തന്നെ ഒരു ഡാൻസർ എന്നുള്ള രീതിയിലുള്ള ഒരു ക്യാരക്ടറും കൂടെ കിട്ടുമ്പോഴേക്കും നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. ഓൺ സ്ക്രീൻ ഡാൻസ് അങ്ങനെ ഭയങ്കര ആഗ്രഹമായിട്ട് ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ വന്നു ചേർന്നപ്പം അങ്ങനെ ഒരു കാര്യം ഉണ്ടായാലും സന്തോഷം. കഴിഞ്ഞു. ഇത് ഇന്നലെ ഇത്രയേ ഉള്ളൂ. അന്ന് ഇൻ്റെ അടുത്തപ്പോൾ 2 വാക്കിലെല്ലാം തീർക്കുമായിരുന്നു. എനിക്ക് നിരഞ്ജനെന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് മെയില് ഇതിപ്പം ഒരു ഡെസ്റ്റിനി പോലെ സംഭവിച്ചൊരു കാര്യം. മുദ്ദുഗം എന്ന് പറയുന്ന സിനിമയിൽ നിരഞ്ജനായിരുന്നു നായിക, ആദ്യം കൺഫേം ചെയ്തു. അപ്പോൾ അതായിരുന്നു തന്നെ പുള്ളിക്കാരിയുടെ ഫസ്റ്റ് ഫിലിം ആയിരുന്നു തന്നെ. പിന്നെ കറങ്ങിത്തിരിഞ്ഞ് ഇത്രയോ വർഷങ്ങൾക്ക് ശേഷം മുദ്ദുഗം റിലീസ് ചെയ്ത അതേ സമയത്ത് ഫ്രൈഡേയുടെ സിനിമയിൽ നായികയായിട്ട് വരുന്നു എന്നുള്ളൊരു ഡെസ്റ്റിനിയും കൂടെ ഉണ്ട്. പക്ഷെ നല്ല ഭംഗിയായിരുന്നു കാണാൻ, ഇങ്ങനെ ക്രഷ് അടിക്കുന്ന പോലെ ആയിരുന്നു നിരഞ്ജനെ. നിനക്ക് ക്രഷ് അടിച്ചാ? പെണ്ണുങ്ങൾക്ക് പെണ്ണോട് ഞാൻ ചോദിച്ചല്ലേ ക്രഷ്. അങ്ങനെ പറഞ്ഞെന്നറിയാ, ഇവര് രണ്ടുപേരും കാണാൻ ഒരുപോലെ ഇരിക്കുന്നു. അപ്പൊ നിരഞ്ജനെ കാണാൻ കൊള്ളാക്കി ഞാനും അത് തന്നെ
ഡിപ്ലോമാറ്റിക് കൊളാബറേഷൻ ഓഫ് ഇന്ത്യ. അങ്ങനെ പറയണ്ട, പാർവതിക്ക് കൊടുക്കത്തെ ഫാൻസ് ആണ്. നീ ഒന്നും പറയണ്ട, നീ ഒന്നും പറയണ്ട. നീ ഇത്ര ഒരു ലഡു അങ്ങോട്ട് ഒരു ലഡു ഇങ്ങോട്ട്. അല്ല അടിയിൽ കാണാൻ ചായ. പാർവതി ഭയങ്കര ക്യൂട്ടാണ്, ഈ പെണ്ണ അതിനെ പോലെ. മതി. അപ്പൊ അതൊക്കെ പോയി വായിക്കുന്നുണ്ടല്ലേ? കൊറേ ഒരേപോലെ ഉണ്ട്. പക്ഷെ ഫാൻസ് ഉള്ളത്. മതി, ഇനി ഞാൻ നിന്നെ പൊക്കട്ടെ. പക്ഷേ ആ ഡോഗിനെ നമ്മൾ വിട്ടുകളയാൻ പാടില്ല. മാലാട്ടി സിനിമ ചെയ്തുകൊണ്ട് വിജയ് ചേട്ടന് പട്ടികളെ കാസ്റ്റ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ലല്ലോ. ഇപ്പം മലയാള സിനിമയിലെ ആസ്ഥാന പട്ടി കാസ്റ്റിംഗ് ഞാനാണ്. പല ഫ്രണ്ട്സ് ഒക്കെ വിളിക്കും, ഡിയർ മറ്റേ ഇങ്ങനൊരു ബ്രീഡ് പട്ടി വേണോ, എവിടെ കിട്ടും? അതായത് ഞാൻ പട്ടികളെ കുറിച്ച് റിസർച്ച് ചെയ്ത് ലോകത്ത് എവിടെ പട്ടിയെ കിട്ടുമെന്നുള്ളത് എനിക്ക് അറിയാവുന്നതാണ് ഇപ്പം. അതുകൊണ്ട് പട്ടിയെ കാസ്റ്റ് ചെയ്യാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടല്ലേ. ഇന്ന പട്ടി ഇവിടെ ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് കുറേ ഞങ്ങളുടെ ടീം മെമ്പേഴ്സിന് ഫുൾ അറിയാം. ഞാൻ കാസ്റ്റ് ചെയ്യണെല്ലാം പട്ടികളാണെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരും ഞാനും ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞ് ആ ഒരു ടൈമിലാണ് ഞാൻ പോയി കണ്ടത്. ഞാൻ വന്നോണ്ടെന്ന് ഇപ്പം എന്തായാലും നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി കമന്റ്സ് ഒക്കെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വായിച്ചു. അപ്പം അതിൽ കുറേ കണ്ടത് വേറെ പടത്തിന് പോയിട്ട് നമ്മുടെ ഈ പടത്തിന് മാറി കയറിയ ആളുകളുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്ത് പോണ വഴിയെ കാണാൻ കയറിയവരുണ്ട്. ഇപ്പോൾ സെക്കൻഡ് വീക്കിൽ കണ്ട് ഇറങ്ങിയവർ തന്നെ കമൻറ്റ് ചെയ്തേക്കണം എന്തുകൊണ്ട് ഈ പടം ഫസ്റ്റ് വീക്കിലേ കണ്ടില്ല, അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ പോയി കാണേണ്ട പടമായിരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഒരു പോയിന്റിൽ നമ്മുടെ പടം ഒരു അണ്ടർ റേറ്റഡ് ആയി പോകുന്നുണ്ട്, അല്ലെങ്കിൽ OTT ഹിറ്റ് ആകാൻ പോകുന്നൊരു പടമാണോ എന്നുള്ളൊരു തോന്നൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ വിജയ് ചേട്ടനോ അല്ലെങ്കിൽ മനുവിനോ? നല്ല കണ്ടന്റ് ഇസ് കിങ്, ഡിസ്ട്രിബ്യൂഷൻ ഇസ് കിങ്ഡം എന്നുള്ളതാണ്. അപ്പോൾ മനു ആദ്യത്തെ സെക്കൻഡ് ഡേ ആയപ്പോൾ മനു പേടിച്ചു പോയി. നമ്മൾ ഇപ്പോൾ 22ാമത്തെ സിനിമയാണിത്, 22 അല്ല 23 ഉടനെ റിലീസ് ചെയ്യാനുണ്ട്. അപ്പം എനിക്ക് അതിൻ്റെ ട്രെൻഡ് മനസ്സിലാവും. അപ്പോൾ എനിക്കൊരു അപ്പോൾ ഞാൻ ഇതിൻ്റെ കണ്ടൻറ്റ് കണ്ടതിന് ശേഷം സ്ട്രാറ്റജിക്കലി ആണ് തേഴ്സ്ഡേ റിലീസ് ചെയ്യാമെന്ന് തീരുമാനിക്കും. പലരും എന്നോട് പറഞ്ഞു ഫ്രൈഡേ പോയാൽ പോരെ, തേഴ്സ്ഡേ എന്തുകൊണ്ട്. അപ്പം ഐ ഹാഡ് മൈ അപ്പം കണ്ടൻറ്റിൽ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് തേഴ്സ്ഡേ റിലീസ് ചെയ്തത്. ബിക്കോസ് നമ്മുടെ ഒരു പടം എന്ന് പറഞ്ഞാൽ വേർഡ് ഓഫ് മൗത്തിലൂടെ കയറി വരണം. ഇപ്പോൾ ഫ്രൈഡേ ആണ് റിലീസ് ചെയ്തിരുന്നെങ്കിൽ രണ്ട് രീതിയിൽ, ഇപ്പോൾ പടം തേഴ്സ്ഡേ റിലീസ് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര റിസ്ക് ഉണ്ട് അതിനകത്ത്. ബിക്കോസ് ഇഫ് ദ മൂവി ഡസൻ വർക്ക് ദെൻ വാഷ് ഔട്ട് ആയി പോകും. ബിക്കോസ് തേഴ്സ്ഡേ ഇസ് എ വർക്കിംഗ് ഡേ. ഫ്രൈഡേ എന്ന് പറയുമ്പോൾ ഈവനിങ് ഷോസ് വീക്കെൻഡിലേക്ക് എത്തുന്നുണ്ട്. ഈവനിങ് തേഴ്സ്ഡേ ഇസ് എ വീക്ക് ഡേ. അപ്പോൾ ആ വീക്ക് ഡേയിൽ 100% അഭിപ്രായങ്ങൾ വന്നാൽ മാത്രമേ അതിലേക്ക് എത്തുള്ളൂ. ഇല്ലെങ്കിൽ ഫസ്റ്റ് ഡേ ഹോൾഡ് ഓവർ ആയിപ്പോകും. ആ ഫസ്റ്റ് ഡേ ഹോൾഡ് ഓവർ ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കളക്ഷൻ കിട്ടിയിട്ടും കാര്യമില്ല. അപ്പോൾ ആ റിസ്ക് എടുക്കുക എന്ന് പറയുന്നൊരു കളക്റ്റീവ് കോളാണ്. പിന്നെ ക്യൂബിലും ഇതിലും നമ്മൾ ഒരാഴ്ചത്തെ പേയ്മെൻറ്റ് വേറെ കൊടുക്കണം. ഈ ഡിസ്ട്രിബ്യൂഷൻ ഒരാഴ്ചത്തെ കൊടുക്കണം, ആ ഒരു ദിവസത്തേക്കാണ്. ആ തേഴ്സ്ഡേ റിലീസ് ചെയ്തത് എനിക്ക് കണ്ടൻറ്റിൽ വിശ്വാസമുള്ളതുകൊണ്ട് ഇത് ചെയ്യുന്നുണ്ട്. ആൻഡ് റിവ്യൂസ് വന്നു തുടങ്ങി. തേഴ്സ്ഡേ നമ്മൾ ഫുള്ളായി തുടങ്ങി. അത് കഴിഞ്ഞ് അപ്പം വി ഗോട്ട് 3 ഡേ എന്നുള്ളത്. അപ്പോൾ ഞാൻ അത് ബിൽഡ് ആവും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. നമുക്ക് ട്രെൻഡ് കാണുമ്പോൾ നമുക്കറിയാം. ആ ട്രെൻഡ് കാണുമ്പോൾ നമുക്കറിയാം. അപ്പം ഞങ്ങൾ തേർഡ് ഡേ മനു സ്റ്റിൽ സ്ട്രെസ്ഡ്. ആ തേർഡ് ഡേ ഒരു പ്രസ് കോൺഫറൻസ് കൊടുത്തപ്പം എനിക്ക് മനസ്സിലായി ഇത് വർക്കാവുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് ആ പ്രസ് കോൺഫറൻസ്. മനു അന്നും സ്ട്രെസ്ഡാണ്. മനു പറയുന്നത് ഇത് ഓറഞ്ച് കത്തുന്നില്ല, ഗ്രീൻ ആണല്ലോ. ഓറഞ്ചേ കത്തണുള്ളൂ. ഓറഞ്ച് കത്തുന്നുണ്ട്. ഇവിടെ ഈ ഓറഞ്ചിൻ്റെ ഗ്രീൻ്റെ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്. ചിലടത്ത് നമുക്ക് ഗ്രീൻ വേണം, ചിലടത്ത് നമുക്ക് ഓറഞ്ച് വേണം. ഇപ്പം ചില റിവ്യൂസിൽ നമുക്ക് ഓറഞ്ച് കണ്ടാൽ പേടിയാണ്, അവിടെ ഗ്രീൻ വേണം. ഇപ്പം ഗ്രീനാണോ ഓറഞ്ചാണോ എന്നുള്ളൊരു ഇതുണ്ട്. അപ്പം ബേസിക്കലി അത് വേർഡ് ഓഫ് മൗത്തിൽ ബിൽഡായി. ഇപ്പോൾ സെക്കൻഡ് വീക്കിൽ എത്തുമ്പോൾ വി ആർ ട്രെൻഡിങ് എവറി ഡേ. ഈവൻ ടുഡേ ബീങ് എ മൺഡേ വീക്ക് ഡേ വി ആർ ഹൗസ്ഫുൾ എവറിവെയർ. അപ്പോൾ വി ആർ ഗോയിങ് ഗ്രേറ്റ് എന്നുള്ളത്. സ്റ്റിൽ ഹാവിങ് സെഡ് ദാറ്റ് നമ്മുടെ ഈ സിനിമ ഡിസേർവ് ചെയ്യുന്നൊരു പൊട്ടൻഷ്യലേക്ക് എത്തിയോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇപ്പം ഹൗസ്ഫുൾ ഷോസ് പോകുന്നു, ഇനിയും അത് ആ പീക്കിലേക്ക് എത്തും എന്നുള്ള വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. ലൈക്ക് ബൈ എൻഡ് ഓഫ് ദിസ് വീക്ക് ഐ ബിലീവ് ദാറ്റ് ഇത് ആ എത്തേണ്ട പൊട്ടൻഷ്യലേക്ക് എത്തും. നമ്മൾ എന്തൊക്കെ മാർക്കറ്റിംഗ് ചെയ്തു എന്ന് പറഞ്ഞാലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വേർഡ് ഓഫ് മൗത്ത് ആണ്, അല്ലെങ്കിൽ ഒരാൾ കണ്ടിട്ട് പറയുന്ന ജെന്യുവൻ അഭിപ്രായമാണ് നിലനിൽക്കുക. സോ ദിസ് സെക്കൻഡ് വീക്ക് ആയിട്ടില്ല, തീരുന്നില്ല. We are on the 10th day now, 11th day, yeah. So by end of the 14th day, I believe it will reach its peak, and then from there on it will take off in a very big way. As a producer, I am happy, and ഒരു ഇതൊരു സ്മോൾ ബഡ്ജറ്റ് ഫിലിം അല്ല. if you see it, അപ്പം പറയുന്നു on the 10th day as a producer ഞാൻ ബ്രേക്ക് ഈവനായി, ലാഭത്തിലായി എന്ന് ലൈക്ക് കോൺഫിഡൻസോടെ എനിക്ക് പറയാൻ പറ്റുന്നു.
പക്ഷേ ഇതിലിപ്പോ കുറേ സിനിമകൾ അല്ല ഇപ്പം ആ പറഞ്ഞില്ലേ അത് ഒരു കഥ പറയാനുണ്ട് അതിൽ. കാര്യം ഈ ആൾക്കാർ വഴിതെറ്റി കയറി എന്നൊക്കെ പറയുന്നത് ഒരു റീല് കണ്ടതാണ്. നമ്മുടെ ശോഭാ സിറ്റിയിൽ തൃശ്ശൂർ ഒരു ഫാമിലി ബുക്ക് ചെയ്തു പടം. അപ്പോൾ എന്നിട്ട് കൊടുങ്ങല്ലൂർ അവിടെ ബ്ലോക്കായിട്ട് ഇവർ 80 മിനിറ്റ് വൈകി. വേറെ ഏതോ ഫിലിമിന് ബുക്ക് ചെയ്തത്. എന്നിട്ട് അവിടെ തിയേറ്ററിൽ ചെന്നിട്ട് ഓക്കെ പടക്കളത്തിന് കയറാന്ന് പറഞ്ഞ് കയറി കണ്ടിട്ട് ഇവർ റീൽ ചെയ്തു. ഞാൻ ആ റീല് കണ്ടു, അത് ഷെയർ ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ നല്ല പടമാണെന്ന് പറഞ്ഞിട്ട് ഈ റീല് ഞാൻ ഷെയർ ചെയ്തിട്ട് അവരെനിക്ക് മെസ്സേജ് അയച്ചു. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് കാണുന്നത് അവർ 22 പേർക്ക് ടിക്കറ്റ് എടുത്ത് ഈ പടം കാണിപ്പിച്ചു. എനിക്കത് ഭയങ്കര ഹാപ്പി മൂമെൻ്റ് ആയിരുന്നു. കാര്യം ദിസ് മൂവി ഡിസേർവ് ടു ബി സീൻ എന്നുള്ളത് ഓഡിയൻസിൻ്റെ കയ്യിൽ നിന്ന് അതിനേക്കാളും വലിയൊരു കിട്ടാനില്ല. അത് ഭയങ്കര ഒരു നല്ല സാധനമാണ്. എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത്. അല്ല ഇൻ നാഷണൽ മീഡിയ വരെ റിപ്പോർട്ട് ചെയ്യുന്നു. വാട്ട് വാസ് സൈറ്റ് കോയിമോയി ഒക്കെ വളരെ പോസിറ്റീവായിട്ട് ഈ സിനിമ കാണുന്ന നാഷണൽ മീഡിയയിലൊക്കെ വളരെ ഹൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ റിസൾട്ട് ഇപ്പോൾ ഈ ആഴ്ച വന്നു തുടങ്ങും എന്നുള്ളതാണ്. അല്ലെ, ഒരുപാട് സിനിമകൾ ഇപ്പോൾ മലയാളത്തിൽ ഇങ്ങനെ അണ്ടർ റേറ്റഡ് അല്ലെങ്കിൽ ഡിസേർവിങ് ആവാതെ പോകുന്ന ഒരുപാട് സിനിമകളുണ്ട്. മേ ബി കാസ്റ്റിങ്ങിൻ്റെ ഇതുകൊണ്ടാവാം. പക്ഷെ OTT വരുമ്പോഴാണ് പലരും ചിന്തിക്കണേ അയ്യോ ഇത് തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സിനിമയായിരുന്നല്ലേ, നമ്മൾ മിസ് ചെയ്തു എന്ന്. അപ്പോൾ അത് മെയിൻലി ഈ കാസ്റ്റിങ്ങിൻ്റെ ഒക്കെ ഒരു പ്രശ്നമാണോ അല്ലെങ്കിൽ പ്രൊമോഷൻസ്? ഐ ഡോണ്ട് ബിലീവ് ഇൻ ഇറ്റ്. ഞാൻ അതിൽ ബിലീവ് ചെയ്യുന്നില്ല. ഞാൻ നല്ല കണ്ടന്റ് എപ്പോഴും വിജയിക്കും എന്ന് തന്നെയാണ്. ശരി, നമ്മളിപ്പോൾ കാസ്റ്റിംഗ് എന്ന് പറയണേ നമ്മൾ എന്തുകൊണ്ടാണ് ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഒരു സ്റ്റാറിനെ കാസ്റ്റ് ചെയ്യുന്നത്? ഇനിഷ്യൽ ഐബോൾസ് കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ബിക്കോസ് അവരുടെ അവരുടെ ഫാൻസ് അവരെന്താ ചെയ്യുന്നതെന്ന് അവരുടെ അടുത്ത പടത്തിൻ്റെ റിലീസ് മാർക്കറ്റ് ചെയ്യാതെ തന്നെ അറിയുന്നു അല്ലേ, അത് ഫോളോ ചെയ്യുന്നുണ്ട് അവരെ. ഇവിടെ എത്ര സൂപ്പർ സ്റ്റാർസിൻ്റെ പടം ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ വാഷ് ഔട്ട് ആവുന്നില്ലേ? അപ്പം ഞാൻ അതിനെ ബിലീവ് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടും ഫ്രണ്ട്സിനോടും ഐ ഡോണ്ട് ബിലീവ് ഇൻ ആ സിനിമയ്ക്ക് ആപ്റ്റായിട്ടുള്ള കാസ്റ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ്. ഈ സിനിമയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞോളെ ഇപ്പോൾ ഷറഫ് ചെയ്ത ക്യാരക്ടർ മറ്റ് കുറച്ച് പേർക്കും ആപ്റ്റ്, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ വി ക്യാൻ ഗോ ടു ദം ഫസ്റ്റ്. ബട്ട് ഇപ്പം എത്രയോ സിനിമകൾ എനിക്കറിയാവുന്ന ചില പ്രൊഡ്യൂസേഴ്സ് ഞാൻ പറയാം അങ്ങനെ ചിന്തിക്കുന്ന അല്ല എനിക്ക് ഇന്ന ആളുണ്ടെങ്കിലേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇന്ന ഒരു സെറ്റപ്പ്, അല്ലെങ്കിൽ ബിസിനസ് എങ്ങനെ നടക്കും, അല്ലെങ്കിൽ ഇതെങ്ങനെ ആൾ കയറും, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ. ആ സിനിമയ്ക്ക് ആ സ്ക്രിപ്റ്റിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന് 3 or 4 ഓപ്ഷൻ വെക്കും. ഓക്കെ, മൈ പ്രൈമറി ചോയ്സ് വിൽ ബി ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു സാധനത്തിലേക്ക് പോകാം എന്ന് വെച്ചിട്ട് ആ നല്ലൊരു സ്ക്രിപ്റ്റിനെ എന്നാൽ പിന്നെ ഇത് ഇവിടെ ഇരിക്കട്ടെ, ഇനി ആർട്ടിസ്റ്റ് ഡേറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടല്ല. അതിന് വേറെ ഓപ്ഷൻ ഉണ്ട്. ഷറഫ് അത്രയും മാർക്കറ്റ് വാല്യൂ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുക, അല്ലെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് ആക്ടർ എന്ന് നമുക്ക് തോന്നിയുമ്പോൾ ഓക്കെ ദാറ്റ്സ് ഇനഫ്. എൻ്റെ ആ കണ്ടന്റിന് എടുത്തു വേണം. നൗ look at what that has done to Sandeep and Sharaf. Sharaf has now gone to a much bigger league than where he was. Suraj പിന്നെ ഓൾറെഡി അവിടെ എത്തി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഇവർക്ക് എല്ലാവർക്കും അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഹോം എന്ന് പറയുന്ന സിനിമ ഞാൻ ഇന്ദ്രൻ ചേട്ടനെ വെച്ച് അനൗൺസ് ചെയ്യുമ്പോൾ അതെനിക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള കഥാപാത്രം അദ്ദേഹമാണെന്ന് തോന്നി. അപ്പോൾ എല്ലാവരും ചോദിച്ചു ഇതെങ്ങനെ വർക്കാവും. പക്ഷേ അത് ആ കണ്ടൻറ്റിൽ അല്ലെങ്കിൽ ആ കാസ്റ്റിങ്ങിൽ ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അത് ഇറങ്ങിക്കഴിയുമ്പോൾ ആളുകൾ പറയും ഇനി വേറൊരു കാസ്റ്റിംഗ് ഇതെങ്ങനെ ചിന്തിച്ചു, അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് അങ്ങനെ എൻ്റെ പല സിനിമകളിലും അങ്ങനെ ഉള്ള കാസ്റ്റിംഗ് ഉണ്ടായിട്ടുണ്ട്. അത് ആഡിങ് ഓൺ ദാറ്റ് ഈ പറയുന്ന പോലെ കണ്ടന്റ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്രൈഡേയുടെ ഏറ്റവും ജെനുവിൻ സ്ട്രാറ്റജിയാണ്. ആ ജെനുവിൻ എന്ന് ഞാൻ പറയാൻ കാര്യം ഞാൻ വേറെ പ്രൊഡക്ഷനിൽ ഈ കഥയല്ല വേറെ പല കഥകൾ പിച്ച് ചെയ്യുമ്പോൾ നമ്മൾ നല്ല കണ്ടന്റ് നോക്കിയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചെന്ന് കഴിയുമ്പോൾ അതിൽ മാർക്കറ്റബിൾ ഫിഗർ വേണം. പക്ഷേ ഫ്രൈഡേ അങ്ങനെ അല്ലായിരുന്നു. കണ്ടന്റ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് കണ്ടന്റ് ആദ്യം പ്രയോറിറ്റി തന്നെയാണ്. പിന്നെ വേറൊരു കേസ് അഹമ്മദ് കബീർ ജൂൺ എന്ന് പറയുന്ന സിനിമ 10-16 പേരോട് പോയിട്ടുണ്ടെന്ന് പല ഇൻ്റർവ്യൂസ്. ജൂൺ എൻ്റെ അടുത്ത് വരുമ്പോൾ ഐ ഇമ്മീഡിയറ്റ്ലി എഗ്രി ടു. പിന്നെ എന്നെ എക്സൈറ്റ് ചെയ്യുന്നത് ആ സ്ക്രിപ്റ്റും കണ്ടന്റുമാണ്. അതിന് ശേഷമാണ് അത് ആക്ടേഴ്സിലേക്ക് പോകുന്നു. ഞാൻ പലരും എൻ്റെ അടുത്ത് കഥ പറയാൻ വരുമ്പോൾ ഇത് ചെയ്യുന്നത് ഇന്ന ആളാണ്, ഇത് ചെയ്യുന്നത് ഇന്ന ആളാണെന്ന് പറഞ്ഞിട്ട് വരും. ഞാൻ പറഞ്ഞു ഇവരോടൊക്കെ കഥ പറഞ്ഞോ? ഇല്ല, ഇത് എൻ്റെ മനസ്സിലുള്ള. ഞാൻ പറഞ്ഞു അതൊന്ന് മാറ്റി വെച്ചിട്ട് എന്നോട് പറയുക. കാരണം നമുക്കത് അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് അത് ഞാൻ ഈ കഥ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലും കുറേ ആക്ടേഴ്സ് വരും. അപ്പോൾ ഇയാൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ സ്ക്രിപ്റ്റേ വർക്കായില്ലെന്ന് വരും. ബിക്കോസ് പുള്ളിയുടെ സിനിമയ്ക്ക് മാർക്കറ്റ് ഉണ്ടാവണമെന്ന് വെച്ചിട്ട് ഒരു കാസ്റ്റ് ഇട്ട് വരുന്നതാണ്. അല്ലാതെ ചിലപ്പോൾ അത് ആപ്റ്റ് ആവണമെന്നില്ല. ചിലപ്പോൾ പുള്ളി വിചാരിക്കുന്ന അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സൈറ്റഡ് ആവുന്നത്. നെവർ ഫോർ മീ. ഒരിക്കലും അങ്ങനെ പലരും എഴുതുമ്പോൾ ഡോണ്ട് സെൻഡ് മീ ലൈക്ക് ദിസ്. ഒന്നെങ്കിൽ നിങ്ങൾ അവരോട് സംസാരിച്ച് അവർ കൺവിൻസ്ഡ് ആയിട്ട് വരണം. അങ്ങനെ ഒരു ചരിത്രം ഇല്ലല്ലോ. അപ്പോൾ ദാറ്റ് ഈസ് എക്സിബിറ്റിംഗ് യുവർ ഇഗ്നോറൻസ്. ചിലർ കാസ്റ്റ് ഇടുന്ന കണ്ട് നമ്മൾ പേടിച്ചു പോകും. അതായത് ഇത് മമ്മൂക്ക, ഇത് നിവിൻ പോളി,
ഈ ചെറിയ കാസ്റ്റ് ജോർജ് എന്ത് ബേസിസിലാണ്, ബിക്കോസ് നമുക്ക് ഇവരെയൊക്കെ പേഴ്സണലി അറിയാവുന്നത് കൊണ്ടും അവരുടെയൊക്കെ വിഷൻ എന്താണെന്നും അവരെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമുക്കത് വലിയ തമാശയായിട്ട് തോന്നും. കാരണം ഒരു ഐഡിയ ഇല്ലാതെ അപ്പം തന്നെ നമ്മൾ റിജക്റ്റ് ചെയ്യണം ആ സ്ക്രിപ്റ്റ്, ബിക്കോസ് ഹി ഹാസ് നോ നോളജ് അബൌട്ട് ദ ഇൻഡസ്ട്രി എന്നുള്ളതാണ്. ഒരു ഹോംവർക്കും ചെയ്യാതെ വരും. നമ്മുടെ പടക്കളം റിലീസിന് ഞാൻ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ കോൾ വരും, ചേട്ടാ ഒരു കഥ പറയാനുണ്ട്, എപ്പോഴും ഒന്ന് ഫ്രീ ആകുമ്പോൾ പറയാം. മുന്നേ നീ ഇൻഡസ്ട്രിയിലുള്ള ആളാണോ? അതെ. എൻ്റെ പടങ്ങളും എല്ലാം നീ കണ്ടിട്ടുണ്ടോ? പിന്നെ ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. ഇന്ന് എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഇന്ന് വെച്ചിട്ട് പോകും. ബിക്കോസ് അതുപോലും ഫോളോ ചെയ്യുന്നില്ല. ഇന്ന് പടക്കളം റിലീസ് ഉണ്ടെന്ന്, അപ്പോൾ അത്രയും ഇൻഡസ്ട്രി നോളജ് ഇല്ലാത്ത ഒരാൾ കഥ പറയാൻ വരരുത് അല്ലേ? അയ്യോ ഭയങ്കര സീരിയസ് ആയി പോയി നമ്മൾ. അല്ല, ഇപ്പോൾ സന്ദീപിനോട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഫാലിമി ഒരു ഹിറ്റായിരുന്നു, ആലപ്പുഴ ജിങ്കാൻ ഇപ്പോൾ വേറൊരു ഹിറ്റ്, ഇപ്പോൾ പടക്കളം നമുക്ക് സക്സസ്ഫുള്ളായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് നെക്സ്റ്റ് എന്നുള്ള വരുമ്പോൾ നിനക്കൊരു ടെൻഷൻ ഉണ്ടോ, എങ്ങനെ സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യും എന്നുള്ളൊരു കാര്യത്തിലൊക്കെ? ആ പേടി എനിക്ക് തുടക്കം തൊട്ടേ ഉണ്ടായിരുന്നു. ഈ പറയുന്ന എന്താ, എല്ലാ സബ്ജക്റ്റും ഫസ്റ്റ് പടം അല്ലെങ്കിൽ ഇപ്പോൾ സക്സസ് ആയതുകൊണ്ട് നെക്സ്റ്റ് പടം എങ്ങനെ സെലക്ട് ചെയ്യും എന്നുള്ളതിനേക്കാളും ഏത് പടം സെലക്ട് ചെയ്യുമ്പോഴും അതെങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കാറുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യമേ തന്നെ എനിക്ക് ഓരോ പടങ്ങൾ വരുമ്പോഴും ഞാൻ കുറച്ച് ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരാളാണ്. കുറച്ചും കൂടെ ആങ്ഷ്യസ് ആയിട്ട് കുറച്ചധികം അപ്പം ഞാൻ എല്ലാ ആസ്പെക്ട്സും നോക്കി ഞാൻ കുറച്ചും കൂടെ കോൺഷ്യസ് ആയിട്ട് എടുക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴും നമ്മുടെ ട്രാക്കിൽ തന്നെ പോകണമെന്നില്ല. ഇതിപ്പോൾ ഭാഗ്യവശാൽ 3 കറക്റ്റായി വന്നു, ഇനി അങ്ങോട്ട് കറക്റ്റായി വരണം എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല. ആ കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട് ഇനിയും ഉണ്ടാവും എന്നുള്ളതാണ്. അല്ല, നിങ്ങൾ ഒന്നിച്ചിപ്പോ അടുത്ത പടം തിയേറ്ററുകളിൽ വീണ്ടും ലവ്ലി എത്തിയിട്ടുണ്ട്. ഞങ്ങൾ പക്ഷെ അതിന് ഷൂട്ടിന് തമ്മിൽ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് 2 ഡേറ്റ് ആയിരുന്നു. പിന്നെ ഇതിൽ വന്നപ്പോഴാണ് അറിയുന്നത്, നീ അതിലുണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ്. ഇനി ഡേറ്റ് ഒക്കെ ഉണ്ടോ, അതോ തിരക്കാണോ? ഇല്ലില്ല, ഞാൻ ഫുൾ ഫ്രീ ആണ്. നിങ്ങൾ വിളിക്കുക, എന്നെ അടുത്ത പടത്തിന് വിളിക്കുക. ഞാനിപ്പോ തൽക്കാലം എസ്തെറ്റിക് കുഞ്ഞമ്മയിലേക്ക് കയറുക. ഞാൻ ഒരു പടം അഭിനയിച്ചിട്ടുണ്ട്, അത് പുറത്തു പറയാൻ പറ്റാത്തൊരു പ്രോജക്റ്റ് ആണ്. അത് ഏപ്പടാണോ? അല്ലല്ല, ഏപ്പടാ അല്ല, പുറത്തു പറയാൻ കൊള്ളത്തില്ല. ഏലിസ്റ്റർ പടമാണ്. ഇല്ല, അതൊരു പ്രത്യേക പരിപാടിയാണ്. നല്ല മാർക്കറ്റിംഗ്. ഇല്ല വേറെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടോ അങ്ങനെ ഒരു പരിപാടി? ഓക്കെ, പറയാൻ പറ്റുന്ന പടം പറയാൻ പറ്റുന്നൊക്കെ വൈകാതെ പറയും. ഷൂട്ട് തുടങ്ങാറായി. എനിക്കൊന്ന് അനൗൺസ്മെന്റ്, ഞാനും ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വെയിറ്റ് ചെയ്യാണ്. ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നല്ലോ, അല്ല വന്നു. ആ സെക്ഷൻ ടൈമിൽ ഞാൻ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. ജിത്തു ജോസഫിന്റെ പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. 26ന് ഷൂട്ട് തുടങ്ങാണ്. അപ്പൊ ഇവരോട് ഞാൻ ചോദിച്ചിട്ടില്ല, ഇത് പുറത്ത് ഞാൻ പറയാൻ പറഞ്ഞോ ഇല്ലോ. ഇപ്പൊ പല കാര്യങ്ങളും ചിലപ്പോ മാറി എന്നൊക്കെ വരാം, നടന്നിട്ട് പറയുന്നത്. ഇതിപ്പോ കാര്യമില്ല. വിജയ് ചേട്ടാ, ഇപ്പൊ നമ്മള് ഒരുപാട് ന്യൂ കമേഴ്സ് ആക്ടേഴ്സിന്റെ പറഞ്ഞ പോലെ ഒരുപാട് ന്യൂ ഡയറക്ടേഴ്സിനെ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്ന ഒരു പ്രൊഡ്യൂസർ കൂടെയാണ് വിജയ് ചേട്ടാ. എനിക്ക് തോന്നുന്നു മനു ഇപ്പൊ 16th. ഓ, ആ 16th വേൾഡിൽ അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഇല്ല 16 ന്യൂ ഡയറക്ടേഴ്സിനെ കൊണ്ടുവന്നു. അല്ല, അഹമ്മദ് കബീർ അല്ലെങ്കിൽ വിപിൻ, അങ്ങനെ ഒരുപാട് പേര് പുതിയ ഡയറക്ടേഴ്സിനെ കൊണ്ട്. അപ്പോൾ എങ്ങനെയാ പുതിയൊരു ഡയറക്ടർ, എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ അടുത്ത സ്ക്രിപ്റ്റ് വരുമ്പോൾ എങ്ങനെ ചൂസ് ചെയ്യാന്നുള്ള ടെൻഷനാണ്. അപ്പോൾ പുതിയ ഡയറക്ടേഴ്സിന്റെ കയ്യിൽ ഒരു പടം വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണല്ലോ, നമ്മൾ പൈസ എറിയുന്ന ഒരു പരിപാടിയും കൂടെ ആണല്ലോ. ആ വിശ്വസിച്ച് ഏൽപ്പിക്കുമ്പോൾ അങ്ങനെയല്ല, അവർ നമ്മളെ വിശ്വസിച്ച് വരുന്നു എന്നുള്ളതാണ്. ഞാൻ അവരെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നതല്ല. എവിടെയോ നമ്മളിപ്പോൾ ഫ്രൈഡേ ഫിലിം ഹൗസ് തുടങ്ങുമ്പോൾ ഞാൻ പുതുമുഖങ്ങളെ വെച്ച് മാത്രം സിനിമ ചെയ്യണമെന്ന് അനൗൺസ് ചെയ്ത് തുടങ്ങിയൊന്നുമല്ല. ഏതോ ഒരു ഘട്ടത്തിൽ 2-3 അങ്ങനെ വന്നു. അപ്പം ഇവിടെ പുതുമുഖങ്ങൾക്ക് വെറുതെ ബഡ്ജറ്റ് കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീൽ വന്നിട്ട് കുറേ പേര് ലൈക്ക് പിന്നെ അത് എവിടെയോ അങ്ങനെ ഡിറൈവ് ചെയ്തു. സോ അങ്ങനെ വരുമ്പോൾ ന്യൂ കമേഴ്സ് അവരൊരു ഹോപ്പ് വെച്ചിട്ട് നമ്മളെ വിളിക്കുകയാണ്. എനിക്കൊരു ഡെയിലി ഒരു 10 കോളെങ്കിലും വരും. ദ ചാലഞ്ചസ് ഈ കോൾസിൽ നിന്നും ആ കറക്റ്റ് സാധനം എടുക്കുക എന്നുള്ളതാണ്. ഓവർ സപ്ലൈ വരുമ്പോൾ നമുക്കത് ചൂസ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ചിലപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് കോൾസ് വരുമ്പോൾ ഞാനിപ്പം ഒരു സിനോപ്സിസ് അയക്കാൻ പറയും. ചിലവർ പറയും ഇതൊരു മേക്കിംഗ് പടമാണ്, മറ്റതാണ്. അവർക്ക് ദേ ജസ്റ്റ് വോണ്ട് ടു മീറ്റ് മീ. അത് വേറൊന്നും കൊണ്ടല്ല, അങ്ങനെ അവർക്കത് ഹോപ്പാണ്. ലൈക്ക് ചിലപ്പോൾ നേരിട്ട് കണ്ട് സംസാരിച്ചാൽ വർക്കാവും. നമുക്ക് എത്ര സിനിമ ചെയ്യാൻ പറ്റും? നമുക്ക് മാക്സിമം പോയാൽ 3 സിനിമ ചെയ്യാൻ പറ്റും, 2 സിനിമ ചെയ്യാൻ പറ്റും. അപ്പം ഇതിൽ നിന്നും ആ കറക്റ്റ് സാധനം നമ്മൾ അടുത്ത ചെയ്യേണ്ടത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഡിഫിക്കൽട്ടി.
ഇപ്പോൾ 16 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് പറയുന്നത് ഐ ഇൻവോൾവ്, മനുവിനറിയാം ഹൗ ഐ ഇൻവോൾവ്. ഞാൻ ഓരോ സീനിൽ ഇൻവോൾവ് ചെയ്യും. സ്ക്രിപ്റ്റിൽ എനിക്ക് തോന്നുന്നു ഞാൻ 10 വട്ടമെങ്കിലും സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഓരോ ഡൗട്ട് ഇത് ഇങ്ങനെ ചെയ്താലോ അങ്ങനെ ചെയ്താലോ എന്ന് പറയും ഞാൻ. സോ ഐ എൻജോയ് ദറ്റ് പ്രോസസ്സ്. അപ്പോൾ ന്യൂ കമേഴ്സിൻ്റെ കൂടെ ആകുമ്പോൾ എനിക്ക് അത് കുറച്ചും കൂടെ ഫ്രീഡം കിട്ടുന്നു. കാരണം ഒരു സീനിയർ ഡയറക്ടറുമായിട്ട് ഞാൻ കൂടുതൽ അഭിപ്രായം പറയാൻ പാടില്ല. ബിക്കോസ് ഹി ഹാസ് മോർ എക്സ്പീരിയൻസ് ദാൻ മീ ഇൻ മേക്കിംഗ് എ ഫിലിം. അപ്പം പ്രോബ്ലി ഒരു ന്യൂ ഡയറക്ടർ ആവുമ്പോൾ എനിക്കും കൂടെ ആ പ്രോസസ്സ് എൻജോയ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഞാൻ ഇൻ്റർഫിയർ ചെയ്യും. ഞാനും മനുവും കൂടെ എന്തെല്ലാം കാര്യത്തിൽ ഡിബേറ്റ് ചെയ്യാറുണ്ട്. ഒരു സീനിൽ ഡിബേറ്റ് ചെയ്ത് ചിലയിടത്ത് മനു ജയിക്കും, ചിലയിടത്ത് ഞാൻ ജയിക്കും. അത് ഹെൽത്തി ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പല കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, പല ചെറിയ നുവാൻസസ് പോലും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ പുതിയ ഡയറക്ടേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്നവർ ഫസ്റ്റ് ചോയ്സായിട്ട് ഫ്രൈഡേ ഫിലിംസിന് വെക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രയും പേര് വരുമ്പോൾ, അത്രയും പേര് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിലൊരെണ്ണം കണക്ട് ആവുന്നു. അങ്ങനെ ആ പ്രോസസ്സ് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും ഇപ്പോൾ പടക്കളം കഴിഞ്ഞപ്പോൾ അത് കൂടി എന്ന് വേണമെങ്കിൽ പറയാം. പടക്കളത്തിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അധികം കൂടുതലും പകലുള്ള സീൻസ് ആയതുകൊണ്ട് ഷൂട്ടൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടാവായിരിക്കും അല്ലേ? ഷൂട്ട് അതിനൊരു മെയിൻ റീസൺ ഉണ്ട്. മനു രാത്രി കണ്ടിട്ടില്ല. ഭയങ്കര ഡിസിപ്ലിൻ ഉള്ള ആളാണ്. ലേറ്റ് നൈറ്റ് ഒന്നും പറ്റൂല. മനുവിന് 8:30 മണിയാകുമ്പോൾ ഉറങ്ങണം. എൻ്റെ അടുത്ത് ഞാൻ മനുവിനെ പ്രാഗിയിട്ടുണ്ട്. അടുത്ത പടം ഫുൾ നൈറ്റ് ഷൂട്ട് മാത്രമായിരിക്കും. കറക്റ്റ് 8:30 ഉറങ്ങും. കുഞ്ഞിലോട്ടുള്ള ശീലമാണോ? കുഞ്ഞിലെ 7:30 ഉറങ്ങുമായിരുന്നു. അപ്പൊ നിരഞ്ജന ഡാൻസ് മാത്രമായിരുന്നു നൈറ്റ് നമുക്ക് ഷൂട്ട് ഉണ്ടായിരുന്നത്. നൈറ്റ് എന്ന് പറയുന്നത് മാത്രമായിരുന്നു. ഈ സിനിമയിലെ അതായത് പടം ക്യൂബിൽ ലോഡ്, അതായത് ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള ഏരിയ എന്ന് പറയാം, ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള ടൈം എന്ന് പറഞ്ഞാൽ നാളെ പടം റിലീസ് ചെയ്യാൻ. ഇന്ന് ക്യൂബിൽ ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഡിലേ ആയിട്ടല്ലോ, സെൻസർ തലേദിവസം കിട്ടി. അപ്പം ലോഡ് ചെയ്യുമ്പോൾ ഫൈനലിൽ നമ്മളൊരു കാണുന്ന കാര്യമുണ്ട്. ഞാൻ 16 പേരെ, ചിലവരൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപോലൊക്കെ നടക്കും. അപ്പം ഞാൻ ലാസ്റ്റ് വരുന്നത്. അപ്പം ഞാൻ അവിടെ ലൈറ്റ് ഓഫ് ആണ്. അപ്പോൾ ഞാൻ ഫുള്ള് സിനിമ കണ്ടിട്ട് 2 ഡയലോഗ് മിസ്സിങ് ആയിരുന്നു. അപ്പം ഞാൻ തിരുന്ന് മനു എവിടെ നിന്നുണ്ട്, മനു എവിടെ, മനു ഇല്ല, മനു ഉറങ്ങി. ഞാൻ പറഞ്ഞു 9 മണിക്കോ, നാളെ പടം ഇറങ്ങല്ലേ. ഇങ്ങനെ ടെൻഷനാകത്തൊരാള് ഞാൻ പറഞ്ഞു കുത്തി പൊക്കി ഓളത്തി എവിടാന്ന് വെച്ചാൽ എനിക്ക് ഇപ്പം മനുവിൻ്റെ അടുത്ത് സംസാരിക്കണം. ഞാനിവനെ വിളിച്ച് ചോദിക്കും, എടാ നിനക്ക് ടെൻഷൻ ആവുന്നുണ്ടോ, പടം ഇറങ്ങല്ലേ 4 ദിവസം കഴിഞ്ഞ്? എനിക്ക് ടെൻഷൻ ഒന്നുമില്ല. മനു ഫോക്കസ്ഡാണ്. മനു ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ 200% ഡെഡിക്കേഷൻ ഇട്ടാ ചെയ്യുന്നത്. അവിടെ ബോംബ് പൊട്ടിയാലും മനു അറിയത്തില്ല, വേറെ എന്ത് നടക്കുന്നൊന്നും മനുവിന് അറിയണം. അതൊക്കെ പേപ്പർ വായിച്ചിട്ട് കുറെ നാളായെന്ന് തോന്നുന്നു. മനുവിനെ പെട്ടെന്ന് ഒരു ദിവസം വിളിക്കും, മനു 6 എന്തായി? 6 ചേട്ടാ ഞാൻ എടുത്തില്ല. അല്ല 6 എന്തായി? 6 ഒരു അത് ഇറങ്ങിയല്ലോ. CG എവിടെ വരായി? ചേട്ടാ ഞാൻ 6 ചേട്ടാ CG എന്തായി? ചേട്ടാ ഒരു മിനിറ്റ് ഒന്ന് ചോദിച്ചു. മനു അതില്, പക്ഷെ അതിൽ 100% ഡെഡിക്കേഷൻ ഇട്ട് അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. മനുവിന് മൾട്ടി ടാസ്കിങ്, ഒരു സാധനം ഫോക്കസ് ചെയ്ത് അത് വൃത്തിയായിട്ട് ചെയ്യും. പക്ഷെ അതിൽ 100% കാര്യങ്ങൾ പോയി ചെയ്തോണ്ടേ വരത്തുള്ളൂ. അങ്ങനെയാണ്. ഈ രഞ്ജിത്ത് സാറിനെ, ഷാജി സാറിനെ, ജിതിനെ കൂടെ ഒരുമിച്ച് എങ്ങനെ മാനേജ് ചെയ്തു? അതൊറ്റ പ്രോസസ് ആണല്ലോ, ഷൂട്ട് ചെയ്യുക ഒറ്റ പ്രോസസ് അല്ലേ. ടെൻഷനേ ഉണ്ടായില്ല തലേന്ന്? അല്ല, എനിക്ക് മൊത്തം ഷൂട്ടിൽ ടെൻഷൻ ഉണ്ടായിരുന്ന ഒറ്റ ദിവസം എന്ന് പറയുന്നത് സുരാജേട്ടൻ വരുന്നതിൻ്റെ തലേ ദിവസമാണ്. അത് വേറൊന്നുമല്ല കാര്യം, അതായത് സുരാജേട്ടൻ വരുന്നതിന് തന്നെ നമ്മളൊരു 12 ദിവസം ഷൂട്ട് ചെയ്തു. ഷറഫിക്ക ഇവർക്ക് നമ്മുടെ ഷൂട്ടിംഗ് പാറ്റേൺ സ്റ്റൈലൊക്കെ മനസ്സിലായി. അപ്പോൾ സുരാജേട്ടൻ വന്നിട്ട് ഇനി സുരാജേട്ടൻ ഈ റാപ്പോ ആയിട്ട് സിങ്ക് ആവുമോ എന്നുള്ളൊരു ടെൻഷൻ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. 2 days ലേറ്റർ അതും പോയി. അപ്പോൾ എനിക്ക് അപ്പൊ എനിക്ക് ഫുൾ ഷൂട്ടിൽ അന്നത്തെ ദിവസം മാത്രമേ ടെൻഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ ഈ ഡെഡ് ലൈന് അങ്ങനെ കുറച്ച് സാധനങ്ങളിൽ കുറച്ച് കൺഫ്യൂഷനും കാര്യങ്ങളും വന്നപ്പോൾ ചെറിയൊരു തോന്നി. അല്ലാതെ ലാസ്റ്റ് മിനിറ്റ് ആണോ ഡെഡ്ലൈന്റെ പ്രഷർ വന്നത്? വളരെ വലിയൊരു നെഞ്ചുവേന കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇന്റേണൽ രഹസ്യങ്ങളാണ്. ഈ 2 ഡയലോഗ് മിസ്സായെന്ന് പറഞ്ഞില്ലേ, വെരി ക്രൂഷ്യൽ ആയിരുന്നു ആ 2 ഡയലോഗ്. അത് എൻ്റെ ഭാഗത്തു നിന്നൊരു എററാണ്.
വിജയ് ചേട്ടൻ പടം കണ്ടിട്ട് ആ 2 ഡയലോഗില്ല. അതാ പിന്നെ നമ്മൾ പാച്ച് ചെയ്തത് കയറ്റിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചില മിസ്റ്റേക്സ് അല്ലല്ല, അത് എൻ്റെ സൈഡിൽ നിന്നൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ആസ് എ പ്രൊഡ്യൂസർ വിജയ് ചേട്ടൻ നല്ല നെഞ്ചെടുപ്പ് വന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. വർക്കായില്ലായിരുന്നു ഞാൻ കൊന്നേനെ. പടം വർക്കായോണ്ട് പടം വർക്കായില്ലായിരുന്നെങ്കിൽ ആ 2 ഡയലോഗിന്റെ മേളിൽ ഞാൻ അത് ഇട്ടേനെ. അന്ന് രാത്രി 3:30 മണി വരെ ഒരാളെ ഉറക്കിയിട്ടില്ല. അവസാനം അത് ഷറഫിനെ കൊണ്ട് നൈറ്റ് റെക്കോർഡ് ചെയ്യിച്ച് മിക്സിങ് കൊടുത്ത് പാച്ച് ചെയ്ത് അടുത്ത ദിവസം ക്യൂബിൽ വിട്ട് റെഡിയാക്കി വെച്ച് അടുത്ത അത് വെളി പറയില്ല. പടം കണ്ടോണ്ടൊരു എക്സൈറ്റ്മെന്റ് ഏതായിരിക്കും? ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും ചാലഞ്ചിങ് സീൻ ഏതായിരുന്നു ഷൂട്ടിംഗ് ടൈമിൽ? എനിക്ക് സ്റ്റണ്ട് മാസ്റ്ററിന്റെ പറഞ്ഞാലേ ഈ അവർക്ക് തമിഴില് മെതി മെതി എന്ന് പറഞ്ഞാൽ ഇടി ഇടി എന്നാണ്. ചവിട്ട് മെതി മെതി. ഇവൻ മെതി മെതി എന്ന് പറയുമ്പോൾ മതി മതി എന്ന് പറഞ്ഞ അതാണ് നിങ്ങളെ ജോക്ക്. ഞാനും നീണ്ട സീനിന്റെ അറ്റത്താണ്. ഇവനൊരു വലിയ ഹെക്ടിക് പരിപാടി കഴിഞ്ഞിട്ട് അതിന്റെ എൻഡിലാണ് ഞാൻ ഈ കൊണ്ട് കുളമാക്കുന്നത്. സാഫിന് തമിഴ് കേട്ടാൽ മനസ്സിലാവും. മെതി എന്നുള്ള പരിപാടി ആദ്യ കമാൻഡ് വന്നപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇവിടെ കൊണ്ട് നിർത്തുക എന്നാണ് പറഞ്ഞിരുന്നത്. ഇത് ആ സീനും കഴിഞ്ഞിട്ട് ആ പോർഷൻ കഴിഞ്ഞ ഉടനെ മെതി 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 കമാൻഡ്. സാഫ് ചവിട്ടാൻ തുടങ്ങി. ഞാൻ മെതി മെതി പൈത്യക്കാരാ ഇറക്കി. നമ്മള് 4 പേരും കൂടെ പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ അവര് എന്തൊക്കെ മാറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു സെൽഫി എടുത്തു. ഞാൻ മറ്റേ ഡാർക്ക് അടിച്ച് ഇങ്ങനെ മൂലയ്ക്ക് വന്നിക്കുക. 3 ചുറ്റും വന്നിട്ട് ഒരുത്തൻ ബ്രോ സെൽഫി. ആ സെൽഫിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ആ സെൽഫിയില് ഞങ്ങള് 3 പേരും ഇങ്ങനെ നോക്കിയിരിക്കാം. ഒരാള് മാത്രം ഞങ്ങള് 3 പേരും സെൽഫിക്ക് പോസ്റ്റ് ചെയ്ത് ഒരാള് മാത്രം സെൽഫി എടുക്കുന്നു. എനിക്ക് ടഫ് സീനുകൾ ഇല്ലായിരുന്നു. അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുമായിരുന്നു. ആ ടോയ്ലറ്റ് ഞാൻ ഈ ഹെഡ്സെറ്റ് വെച്ചോണ്ടിരിക്കുന്നു. ടോയ്ലറ്റ് സീൻ ഷൂട്ട് ചെയ്യുന്നതിനിടയ്ക്ക് വെറുതെ ഇവന്റെ അടിവേഗത്തിട്ട് ചവിട്ടി കൊടുക്കും. അല്ലല്ല, ഇങ്ങനെ തന്നെ ഒരു ലാബിനകത്ത സീനില് എവിടുന്ന് ഒരു PVC പൈപ്പ് കിട്ടി. അതൊക്കെ എന്തിനാണ് ഇവിടെ പറയുന്നത്? അതൊക്കെ പറയേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് അശ്വത്ഥമാവെന്ന് പറഞ്ഞിട്ട് കാണുന്നവരെല്ലാം അടി. ആചാര്യപുത്ര എന്ന് പറഞ്ഞ അടി. അതും മേക്കപ്പിലെ ആളെ ചുമ്മാ ശരിക്കും ഫണ്ണായിരുന്നല്ലേ? ഓക്കെ, നിരഞ്ജനയ്ക്ക് ഡാൻസ് സംഭവമായിരുന്നു കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് 3 കോസ്റ്റ്യൂം ചേഞ്ച്, 3 ദിവസം നൈറ്റ് ഡാൻസ് മാത്രം. ഹെവി ഡാൻസ്. അത് ഈ പറഞ്ഞതുപോലെ 2 സിനിമയിലുള്ള വേർഷൻ ഭയങ്കര ലിമിറ്റഡ് സ്പേസ് ആണ്. അത് യൂട്യൂബ് വേർഷന് വേണ്ടി അവർ ഫുള്ളായിട്ട് എടുത്തു. എൻ്റെ സ്പേസ് അങ്ങനെ വളരെ നോർമൽ കോളേജിൽ പോകുന്ന ഏതൊരു കുട്ടിക്കും ആർക്കും അങ്ങനെ ഭയങ്കര ചാലഞ്ചിങ് പരിപാടിയൊന്നും അല്ല. ബ്രേക്കപ്പ് ഒക്കെ ചെയ്ത് ഒരു വട്ടം ചെയ്തവർക്ക് മനസ്സിലാവില്ല എങ്ങനത്തെ ഒരു സ്പേസ് ആയിരിക്കും. ആണല്ലേ? അവർക്കൊക്കെ മനസ്സിലാവായിരിക്കും അല്ലേ? എനിക്കത് ആയിട്ടില്ല. കമ്മിറ്റഡ് ആയിട്ടില്ല, എണീറ്റിട്ടില്ല. നമുക്കത് വിശ്വസിക്കാല്ലേ വിജയ് ചേട്ടാ? ഞാൻ വിശ്വസിക്കും. അല്ല, ഇവിടെ കുറെ പേരുണ്ടല്ലോ, ഇവിടെ എല്ലാരും അവൈലബിൾ അല്ലേ? മാരീഡ് കമ്മിറ്റഡ്. മനു ഇപ്പൊ പറഞ്ഞോ, ഇപ്പൊ വേണമെങ്കിൽ ഈ പ്രോഗ്രാം പറഞ്ഞു ഇനി പോലെ 8:30 ഉറങ്ങൂല. എല്ലാം ഓക്കെ, 8:30 ഉറങ്ങുന്ന ആളോ? അതാ, എന്നാലും അത് സമ്മതിക്കണം കേട്ടോ. ഇപ്പൊ നൈറ്റ് സീൻ ഷൂട്ട് ചെയ്യേണ്ട സിനിമ വന്നു കഴിഞ്ഞാൽ എന്ത് വന്നാൽ ചെയ്യാന്നുള്ളതല്ലോ. ഇപ്പം മിന്നൽ മുരളിയുടെ സമയത്ത് 18 ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിനൊരു അവസരം ഉണ്ടെങ്കിൽ എന്തിനാ ചെയ്യുന്നതെന്നുള്ള ചോദ്യം, അത്രേ ഉള്ളൂ. അത് അടിപൊളി പരിപാടി. അവിടെ നിന്നാണല്ലോ ലേണിംഗ്. അപ്പോൾ ഇപ്പൊ ഈ പടം കണ്ടു കഴിഞ്ഞിട്ടും എനിക്ക് 2 അടിപൊളി റിവ്യൂ ആണ് കിട്ടിയത്. ഒന്ന് ബേസിലായിട്ടുണ്ടായിരുന്നു. അത് എന്തുകൊണ്ട് അടിപൊളിയാവുന്നു എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ആ പ്രോസസ്സ് ഡൈസെക്ട് ചെയ്യാൻ പറ്റി. നീ ഇവിടെ ചെയ്തത് ഇതാണ്, ഇവിടെ ചെയ്തത് അത് അങ്ങനത്തെ. പിന്നെ അജ്മൽ സാബുവും കൂടെ അത് പറഞ്ഞേ, പ്രേമലുവിൻ്റെ DOP. പുള്ളിക്കാണെങ്കിൽ ഒന്നും അറിയില്ല, പക്ഷെ പുള്ളി മൊത്തം പ്രോസസ്സ് ഡൈസെക്ട് ചെയ്ത് നീ അവിടെ ഇതാണല്ലോ ഉദ്ദേശം, ഈ ഷോട്ടിൻ്റെ ലെങ്ത് നീ ഇങ്ങനെ ഒരു ഷോട്ടിൻ്റെ ലെങ്ത് മാറിയിരുന്നെങ്കിൽ പോലും വേറൊന്നായനെ. അപ്പോൾ അങ്ങനത്തെ റിവ്യൂസ് വരുന്നത് ഭയങ്കര രസമാണ്. ബേസിലായിട്ട് തന്നെ അതാ കിട്ടിയത്. ഈവൻ ഇപ്പം നമ്മുടെ സാഫ് ഈ ബോർഡിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു സീക്വൻസ് ഉണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് മാറി അടുത്ത സ്ഥലത്ത്. അത് ആക്ച്വലി കുഞ്ഞിരാമായണത്തിൽ മാമുക്കോയ ഈ വെൽഡൻ വാസുവിൻ്റെ ഫ്ലാഷ് ബാക്ക് പറയുന്നത് അതുപോലെ തന്നെയാണ്. അതേ സാധനം എടുത്ത്. അപ്പോൾ ബേസിലായിട്ട് വിളിച്ചിട്ടുണ്ട്, നീ അത് അതുപോലെ എടുത്ത് വെച്ചല്ലേ. അങ്ങനെ ബേസിലായിട്ടിൻ്റെ
ബേസ് ലൈനിന്റെ ലേണിംഗിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ തന്നെയാണത്. ഓക്കെ, പിന്നെ സുരാജേൻ്റെ ഒരു ദശമൂലം ആ ഒരു പഴയ ക്യാരക്ടറിനെയൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റി. ഓക്കെ, ഇനി ചെറിയൊരു ഗെയിം സെക്ഷൻ ഒരെണ്ണം എടുക്കുക. അതിൽ ഞാനൊരു സാധനം എഴുതിയിട്ടുണ്ട്, അതങ്ങോട്ട് പറയാം. ഓക്കെ, പറഞ്ഞാൽ മതി. ഇവിടെ തുടങ്ങട്ടെ. വളരെ ഈസി. പറഞ്ഞാൽ മതി, വെറുതെ പറഞ്ഞാൽ മതി. നീ എന്തേലും പറഞ്ഞാൽ മതി. Tell us about a time you felt really proud of yourself. ഇങ്ങനൊരു സമയം ഉണ്ടായിട്ടില്ല. അത് ഭയങ്കര ഡാർക്ക് കോമഡി ആയിപ്പോയി. അല്ല എനിക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നു കോളേജ് സ്കൂളിൽ? ഏതാ 10th സ്റ്റാൻഡേർഡ് 9.8 അപ്പോഴും പ്രൗഡായില്ല. അല്ല അതൊക്കെ പ്രൗഡല്ലേ? അത് ഇനി എനിക്ക് ഒരുപാട് ലെവലിൽ എത്താനുണ്ട്. ഞാൻ അവിടെ പ്രൗഡ് ആവുള്ളൂ. അമ്മ സ്കൂൾ ടൈമില് മാർക്സ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു കൊച്ചില്. പിന്നെ അത് ഒരു പോയിന്റ് ആകുമ്പോൾ നമ്മൾ തന്നെ ഒരു ഈഗോ പ്രോബ്ലം വരില്ല, നന്നായി ചെയ്തില്ല മാർക്ക് പറഞ്ഞു അങ്ങനെ. അല്ല അത് എനിക്ക് അങ്ങനെ പ്രൗഡ് ഫീലിംഗ് ഒന്നും ലൈഫിൽ ഒന്നിലും ഐ ഡോണ്ട് തിങ്ക് ഐ ഡൺ എനിത്തിങ് ടു ഫീൽ സോ പ്രൗഡ് ഓഫ് മൈസെൽഫ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ പ്രൗഡായിട്ട് തോന്നുന്നേ? അവരുടെ ക്വസ്റ്റ്യൻ അല്ലേ, മതിയോ? ഞാൻ ഡയലോഗ് മാത്രം എടുക്കാറുണ്ട്. നിനക്ക് എന്താ പ്രൗഡായിട്ട് തോന്നുന്നേ? എനിക്ക് ഒരാൾ നമ്മുടെ വർക്ക് കണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ്. പ്രൈഡ് ആൻഡ് ഹാപ്പി. അങ്ങനെ ഏതായിരുന്നു ഭയങ്കര അപ്രീസിയേഷൻ കിട്ടിയ? മമ്മൂക്ക? അത് കിട്ടിയിട്ടുണ്ട്. അല്ല, പണ്ട് വേറൊരു കഥയുണ്ട്, പക്ഷെ അത് ഭയങ്കര നീളം. ഞാൻ ഷോർട്ട് സ്റ്റോറി ആയിട്ട് പറയാം. ഞാൻ പണ്ട് എന്നെ ഒരു ഫോട്ടോഗ്രാഫർ തെറി പറഞ്ഞിട്ടുണ്ട്. അല്ലല്ല, ക്ലൈമാക്സിലാണ് പ്രൗഡ് ആവുന്നത്. അപ്പം തെറി പറഞ്ഞിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു അതെന്ന് പറഞ്ഞാൽ ഞാനൊരു ഫോട്ടോ, ഒരു ആക്ടറിന്റെ ഫോട്ടോ ലൈക്ക് യൂസ് ചെയ്തൊരു ഫാൻ മെയ്ഡ് പോസ്റ്റർ ചെയ്ത്. അപ്പൊ അത് യൂസ് ചെയ്തത് ഇല്ലീഗലിയാണ് യൂസ് ചെയ്തത്. അതായത് പണ്ട് എനിക്ക് അറിയില്ലായിരുന്നു നമ്മൾ റൈറ്റ്സ് എടുക്കണം അല്ലെങ്കിൽ ചോദിക്കണം. ഞാനത് ഇട്ടു. അപ്പൊ പുള്ളി പറഞ്ഞു, എന്ത് മോശം എഡിറ്റ് ആണോ ചെയ്തേക്കുന്നത്, ഇത്ര ബോറ് സാധനമൊക്കെ ഇട്ട് എന്റെ ഫോട്ടോ നശിപ്പിച്ച്, നീ പെർമിഷൻ ചോദിക്കാൻ പഠിക്കണം എന്നൊക്കെ പറഞ്ഞു. അത് കറക്റ്റ് ആണത്. ഞാനപ്പോൾ സോറി കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ ഫോഴ്സ് ഡിലീറ്റ് ചെയ്തിട്ടെന്ന് ചോദിച്ചപ്പോൾ വേണ്ട വേണ്ട അവിടെ കിടക്കട്ടെ, അത് കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. പിന്നീട് കുറേ നാൾക്ക് ശേഷം പുള്ളി ഇങ്ങനെ എനിക്കിങ്ങനെ, ബ്രോ അടിപൊളി വർക്കാണ് കേട്ടോ, നമുക്ക് എന്തെങ്കിലും ഒന്നിച്ച് വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായി. അതിനുശേഷം കുറേ നാൾക്ക് ശേഷം ഞാൻ പുള്ളീനെ ഒരു പടത്തിൽ റെക്കമെൻഡ് ചെയ്യേണ്ട ഒരു ടൈം വന്നു. അപ്പോൾ പുള്ളി എന്നെ വിളിച്ചിട്ട് താങ്ക് യു ഡാ. അന്ന് തെറി പറഞ്ഞ ആള് ഇതാണെന്ന് അറിയാം പുള്ളിക്ക്? ഇല്ല പുള്ളി പറഞ്ഞില്ല. ചേട്ടൻ എന്നെ തെറി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല, പിന്നെ ചിലപ്പോ ഒരുപാട് പേര് തെറി പറഞ്ഞിട്ടുണ്ടാവും. ഇല്ല, പക്ഷെ ഞാനത് എനിക്കതൊരു ലേണിംഗ് ആയിരുന്നു. നമ്മള് ഒരു സാധനം എടുക്കുമ്പോ അത് കോപ്പിറൈറ്റ് അടിക്കണമല്ലോ. അതുകൊണ്ട് എനിക്കത് അന്നേരം അത് ഭയങ്കര പ്രൗഡൊന്നും അല്ല, പക്ഷെ ഒരു കൊള്ളാം, നന്നായി, താങ്ക് യു. ഇനിയാണ് ക്വസ്റ്റ്യൻ. ശരിക്കുള്ള ക്വസ്റ്റ്യൻ. റിയൽ ലൈഫിൽ സ്വാപ്പ് ആവാൻ ചാൻസ് കിട്ടിയ ആരാണ്? റിയൽ ലൈഫിൽ സ്നാപ്ചാറ്റിൽ നല്ല ആക്റ്റീവ് ആണെന്ന് തോന്നുന്നു. ഇല്ലില്ല, റിയൽ ലൈഫിൽ സ്വാപ്പ് ആയാല് ആരെങ്കിലും ഒരു വലിയൊരു സൂപ്പർ സ്റ്റാർ ഒക്കെ ഇപ്പൊ ലാലേട്ടനെയോ മമ്മൂക്കയായിട്ട് സ്വാപ്പായ ഒരു ദിവസം അവരായിട്ട്. അപ്പൊ ലാലേട്ടന്റെ ഉള്ളിൽ ആര്? ഇവൻ. അത് അങ്ങനെ അവരുടെ ലൈഫ് ജീവിച്ചു നോക്കണം എന്നുണ്ട്, അത്രേ ഉള്ളൂ. സോറി ലാലേട്ടൻ, നീ ആവുമല്ലോ അപ്പൊ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരിക്കുമല്ലേ ലാലേട്ടന്? ഇല്ല, എനിക്ക് പ്രശ്നം ഉണ്ടാവില്ല, അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. അയ്യോ, ഓക്കെ. ഈ സിനിമ കണ്ടാ ഞാൻ എപ്പോഴും കരയും. ഞാൻ ഇന്നുവരെ സിനിമയൊന്നും കണ്ട് കരഞ്ഞിട്ടില്ല. ഇല്ല. സ്വന്തം യൂട്യൂബ് വീഡിയോസ് ഇല്ല, അതിന്റെ മോണിറ്റൈസേഷൻ കണ്ട് കരഞ്ഞിട്ടുണ്ട്. കാഴ്ച, യെസ്, കാഴ്ച ഒരു ഹെവി ഹാർട്ടഡ് ഫീൽ വന്നിട്ടുണ്ട്. കാഴ്ച കഥ പറയുമ്പോൾ. സന്ദീപ്, പടക്കളം മൂവിയെ കുറിച്ച് മലയാളത്തിൽ 1 മിനിറ്റ് സംസാരിക്കും. ഇത്രയും നേരം സംസാരിച്ചിട്ട് മലയാള വാക്ക് മാത്രം ഉപയോഗിച്ച് നീ 1 മിനിറ്റ് പറയാം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പടക്കളം ചലച്ചിത്രം വളരെ മനോഹരമായ ഒരു ചലച്ചിത്രമാണ്. പടക്കളം ചലച്ചിത്രം വളരെ നല്ല ഒരു ചലച്ചിത്രമാണ്. പടക്കളം ചലച്ചിത്രത്തിൽ ഞങ്ങളൊക്കെയാണ് അഭിനയിച്ചിട്ടുള്ളത്. ഓക്കെ,
പടക്കളം ചലച്ചിത്രത്തിൽ നിർമ്മാണം ചെയ്തിട്ടുള്ളത് വഹിച്ചിട്ടുള്ളത് വെള്ളിയാഴ്ച ചലച്ചിത്ര ഇല്ല, ഞാൻ പറയുന്നില്ല. നിർമ്മാണം നിർവഹിച്ചിട്ടുള്ളത് വിജയ് ബാബു അവറുകളാണ്. അവരുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് അല്ല, അങ്ങനെ ഞാൻ വെള്ളി ചലച്ചിത്ര വീട്. വളരെ മനോഹരമായ ചലച്ചിത്രങ്ങൾ നിർമ്മാണം ചെയ്യുന്ന വെള്ളി ചലച്ചിത്ര വീട് സിനിമയാണ് പടക്കളം. ഒരു വെള്ളി പോലും വീണില്ല. എനിക്കെന്താണോ അയ്യോ മനുഷ്യന് പറഞ്ഞ എടുത്തു ഇപ്പൊ തന്നെ കൈ വെച്ചാൽ കാ വെച്ച് മാത്രം സംസാരിക്കാം. എന്ത് ചോദിച്ചാലും കാ വെച്ച് മാത്രം ഉത്തരം പറയാം. എന്ത് ചോദിച്ചാലോ ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കും, അതിന് കാ വെച്ച് മാത്രം ഉത്തരം പറയാം. എന്താ എല്ലാവർക്കും ചോദിക്കാട്ടോ. എന്താ കഴിച്ച രാവിലെ? കിഴങ്ങ്. കിഴങ്ങിന്റെ കൂടെ കറി. ചോദിക്കണോ? നിനക്കല്ല ഇങ്ങനെ സാധനം പെട്ടെന്ന് കിഴക്ക്. കിഴ വിടുവോ? അടുത്ത ഞാൻ എങ്ങനെയുണ്ട്? കഴിവുണ്ട്. കഴുതല്ല വേറെ മനുവിന്റെ ഡയറക്ഷൻ എങ്ങനെയുണ്ട്? കഴിവുണ്ട്. വീട്ടിലെല്ലാവർക്കും സുഖല്ലേ? ഓക്കെ ഓക്കെ നൈസ്. എനിക്ക് കിട്ടിയത് 2 പോസിറ്റീവും 1 നെഗറ്റീവും പറയണം. അല്ല, 2 പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ആരെക്കുറിച്ച്? എന്നെക്കുറിച്ച്. സ്വന്തം 2 പോസിറ്റീവ് 2 നെഗറ്റീവ്. പോസിറ്റീവ് പറയാൻ കുറച്ച് കഷ്ടപ്പെടും. എനിക്ക് തോന്നുന്നു 1 പോസിറ്റീവ് 1 നെഗറ്റീവ് ഉറക്കം തന്നെയാണ്. 8 മണിക്ക് ഉറങ്ങുക എന്നുള്ള പോസിറ്റീവാണ്, നെഗറ്റീവാണ്. പിന്നെ വേറെ ഒന്ന് പറയാനാണെങ്കിൽ, പോസിറ്റീവ് പറയാനാണെങ്കിൽ ഫിറ്റ്നസ് കോൺഷ്യസ് ആണ്, നെഗറ്റീവ് പറയാനാണെങ്കിൽ ഓവറാണ്. ചെയ്യുന്നതെല്ലാം ഇച്ചിരി ഓവറാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു സിനിമ നിങ്ങളെല്ലാവരും സമ്മാനിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പം ഞാൻ വിജയിച്ചോട് ചോദിക്കുകയാണ്, പടക്കളം മൂവി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഫീൽ ചെയ്യുക? ഗുഡ് കണ്ടന്റ് ഫിലിം. ഓക്കെ, അപ്പോൾ പടക്കളം ഇപ്പോഴും തിയേറ്റേഴ്സിൽ സക്സസ്ഫുള്ളായി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം. ബിക്കോസ് OTT കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് ചിന്തിച്ചു പോകും. ബിക്കോസ് അത് അത്രയും വലിയൊരു ഹ്യൂജ് ഓഡിയൻസിൻ്റെ കൂടെ നിന്ന് കണ്ടാലാണ് നമുക്ക് ഒരുപാട് വർക്കാവുക. ഒറ്റയ്ക്ക് ഇരുന്ന് കാണുന്നതിലും ഒരു കുറേ ആളുകളുടെ കൂടെ ഇരുന്ന് കാണുമ്പോൾ അത്രയും രസമായിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. ഇതുപോലെയുള്ള നല്ല സിനിമകൾ ഞങ്ങൾക്ക് തരണം. ഓക്കെ, താങ്ക് യു.